ഇൻകം ടാക്സ് സെയിൽ ടാക്സ് കമ്പൈൻഡ് റെയ്ഡാണ്. സാർ മുതലാളിയെ വിളിക്കാം. സോറി, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. Excuse me, we are coming from Central Excise. We are coming from Anti-Narcotics Wing. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളും വീടും സെർച്ച് ചെയ്യാനുള്ള സ്പെഷ്യൽ ഓർഡറാണ്. ഞങ്ങളോട് സഹകരിക്കണം. സോറി, സെർച്ച് കഴിയുന്നവരെ ആരെയും പുറത്തു പോകാനോ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അനുവദിക്കുന്നതല്ല. Come on, search. കോടികളുടെ കുഴൽപ്പണം പിടിയിൽ ബിസിനസ്സുകാരനും രാഷ്ട്രീയ ദല്ലാളുമായ വിശ്വനാഥന്റെ സ്ഥാപനങ്ങളിലും വീട്ടിലും റെയ്ഡ്. പത്രം ചൂടുള്ള വാർത്ത വായിക്കാം. സ്ഥാപനങ്ങളിൽ റെയ്ഡ്. ഒരു മന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് എന്റെ കടമയാണ്. നോ 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 നോ, ഇല്ലില്ല, ഈ റെയ്ഡിന്റെ പിന്നിൽ അത്തരത്തിലുള്ള യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അപ്പൊ ശരി, ഓക്കെ. ഇതാര് വിശ്വനാഥനോ? താനിരിക്കി. ഒന്ന് പിറന്നേച്ചു വന്നേ ഉള്ളൂ. ഇത് തന്റെ കണക്കൊരുത്തൽ. അത് വേണ്ട. എന്തായിരുന്നു റെയ്ഡിന്റെ ഉദ്ദേശം? അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ വായ മൂടിക്കെട്ടാൻ. ഇതല്ലാതെ വേറെ മാർഗമല്ല സർക്കാരിന്. പ്രതിപക്ഷം തനിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. പണ്ട് വയനാട് ചുരമിറങ്ങി വരുന്ന ചരക്ക് ലോറികളുടെ ഡ്രൈവർമാർക്ക് ക്ഷീണം മാറ്റാനും ദാഹം തീർക്കാനും ഒരു നസ്രാനിയുടെ പുല്ലുമേഞ്ഞ മാടക്കടയുണ്ടായിരുന്നു. തന്റെ അപ്പന്റെ, അതായത് ഇന്നത്തെ കുന്നുമേൽ അവറാച്ചന്റെ. അയാളുടെ 3 മക്കളിൽ പിഴച്ചുപോയ ഒരു സന്തതി കനകദാസ് വയനാടൻ വനങ്ങളിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ മൂർച്ച കൂട്ടി കൂട്ടത്തിലുള്ളവരെ പോലീസിന് ഒറ്റുകൊടുത്തുകൊണ്ടായിരുന്നു തന്റെ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കാൽവെപ്പ്. പിന്നെ ചോരപുരണ്ട കുപ്പായം ഊരിയെറിഞ്ഞ് വെള്ളരിപ്രാവിന്റെ വിദൂഷകനായി തോളറ്റം കീറിയ ഒരു ഖദർ ഷട്ടിട്ടായിരുന്നു എന്റെ മുന്നിലെ തന്റെ ആദ്യത്തെ ദർശനം. അത് മിസ്റ്റർ വിശ്വനാഥൻ, സ്റ്റോപ്പ് ഇറ്റ്. കീറിയ ഷട്ട് കൂട്ടിത്തേപ്പിച്ച് രാഷ്ട്രീയ രാജാക്കന്മാരുടെ ഇടയിൽ തന്നെ ഞാൻ ഇറക്കി വിടുകയായിരുന്നു. അവിടെ താൻ തോറ്റില്ല. തന്റെ ആ പഴയ ഒറ്റുകാരന്റെ മനസ്സ് യുവജന നേതാവിൽ നിന്ന് MLA വരെ എത്തിച്ചു. ആ കസേരയിലിരുന്ന് മുമ്പിലിരുന്ന മന്ത്രിയുടെ ശിരസിൽ ചവിട്ടി താഴ്ത്തി ആ കുപ്പായം ഒരു സ്വയം അണിഞ്ഞു. പിന്നെ ഈ കസേരയിൽ ഇരുപ്പുറപ്പിച്ചപ്പോ വിശ്വേട്ടൻ നിനക്ക് വിശ്വനാഥനായി. കഴിവേറെ മോനെ, ഞാൻ കുമളിയിൽ 500 ഏക്കർ ഏലത്തോട്ടം, ഉദ്ഘാടനം കാത്തിയെടുക്കുന്ന DTS എയർ കണ്ടീഷൻ തിയേറ്റർ, താമസിക്കാൻ 1.5 കോടിയുടെ മണിമന്ദിരം. ഇതൊക്കെ 4 അക്ക ശമ്പളക്കാരനായ മന്ത്രിയുടെ മാസവരുമാനം കൊണ്ട് നേടിയതാണെന്ന് ഞാൻ കരുതണോ? പറയണോ? ഘടകകക്ഷിക്കാരുടെ ഈ കുപ്പായം ഞാൻ അണിഞ്ഞിരിക്കുന്നത് രാഷ്ട്ര സേവനത്തിനോ രാഷ്ട്രീയ സേവനത്തിനോ അല്ല. ഇതിലൂടെ എന്റെ ബിസിനസ് മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാ. 10 മാസത്തിന്റെ ആയുസേ ഉള്ളൂ നിന്റെ മന്ത്രി കസേരയ്ക്ക്.
അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് വിപ്ലവം പാടുമ്പോ അവിടെ ഞാൻ എത്തും. കുഴിച്ചു മൂടപ്പെട്ട നിന്റെ പ്രസ്ഥാനത്തിന്റെ പുറംതോടിൽ ഒരു റീത്ത് വെക്കാൻ. വണ്ടേ സഖാവേ, ലാൽ സലാം. അകത്ത് നിങ്ങളുടെ ബിസിനസ് പാർട്ണർ വന്നിരിപ്പുണ്ട്, ആ വാവച്ചൻ. എടോ വാവച്ച, ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീട്ടില്ല. നമ്മുടെ മന്ത്രിയുടെ മുഖച്ഛായയ്ക്ക് മാറ്റുകൂട്ടാൻ കാട്ടിക്കൂടിയ ഒരു ചെറ്റത്തരം. ഇതിനേക്കാൾ വലിയ ഒരുപാട് കേസുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അറിയ നോക്ക പുല്ല് പോലെ ഒരു വന്നിട്ടുണ്ട്. തനിക്കറിയാലോ, അത്ര എളുപ്പത്തിലൊന്നും നമ്മൾ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിൽ കൈവയ്ക്കുവാൻ ഒരുത്തനും കഴിയില്ല. ഞങ്ങൾ വന്ന് മറ്റൊരു പ്രധാന കാര്യം പറയാനാ. ഡൽഹിയിൽ നിന്ന് സേട്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റെയ്ഡിന്റെ വിവരം അയാൾ അറിഞ്ഞതും അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ നമ്മളുടെ ഹോട്ടലിലുണ്ട്. കൊടുക്കാനുള്ള പണം പലിശ അടക്കം കിട്ടിയിട്ട് തിരികെ പോകുന്ന സേട്ടിന്റെ തീരുമാനം. 1-2 രൂപയല്ല കൊടുക്കാനുള്ളത്, 3.5 കോടിയാ പലിശ അടക്കം. മനുഷ്യനും തളർന്നാൽ മിത്രവും ശത്രുവാകും. അതാ രീതി. ഒന്ന് നടുക്കടലിൽ എറിഞ്ഞാലോ ശവം പോലും ബാക്കി കാണില്ല. എടോ വാവച്ച, ഡൽഹിയിലെ രംഗാശേട്ടനെ തനിക്കറിയില്ല. സ്നേഹിച്ചാൽ അയാൾ നക്കിക്കൊല്ലും, മറിച്ചായാൽ ഈ കേരളം നിന്ന് കത്തും. ഒരു സംഹാരമല്ല, ബുദ്ധിയായി ഇപ്പൊ പ്രകടിപ്പിക്കേണ്ടത്. ഞാൻ നോക്കിയിട്ട് സേട്ടിനെ ഡീൽ ചെയ്യാൻ ഒരാൾക്കേ കഴിയും. ആരെയാ സാർ ഉദ്ദേശിക്കുന്നത്? പൊള്ളാച്ചി തേവർ. ഇതെന്നാ വിളയാട്ടം നനച്ചാ? കോടിക്കണക്കാன പണം താ സേട്ടുക്ക് നാം കൊടുക്ക വേണ്ടിയത്. ഒരു കാര്യം ചെയ്യലാം, ഒരു ബാത്തബേല് സ്കോച്ച് വിസ്കി ഒഴിച്ച് മുക്കി കുളിപ്പിച്ചാലോ? എന്റെ തേവരെ, സേട്ട് മദ്യപിക്കില്ല. പിന്നെ പറ പറ. இந்த விஸ்கியை சாப்பிட்டு மேத்துவா பர சாப்பிடு கண்ணா. அதுக்கப்புறம் பேசு. மூக்கை பிடிச்ச ஒற்ற வலி. அதுக்கப்புறம் நாற்றவும் கிடையாது, உள்ள போற வழியும் தெரியாது. ஒழி. இனி சொல்லு, சேட்டுக்கு பிடிச்சது எது? ഇനി ഒരു പണിയും. எந்த பணி? മാമാ പണി செய்ய வேண்டியதானே. ஷரத்தே வாவச்சா, விஸ்வநாத யாரு? நம்ம தோஸ்து. அவனுக்கு ஒரு பிரச்சனை வந்தா நமக்கு பிரச்சனை வந்த மாதிரி. ஷரத்தே, சேட்டுக்கு ஒரு பொண்ணை கொடு, அவன் வேக தீர்ப்பி அனுப்ப மாதிரி இருக்கும். சேச்சே, അടേ മുണ്ട, ഉനക്ക് തെരിയതാ? തേവരെ, രാഷ്ട്രീയത്തിൽ പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വൃത്തികെട്ട കളി. എടാ തമ്പി, ഈ പൊളിറ്റിക്സിലെ മുതൽ പാടമേ இந்த പണിதான். அங்க கேந்திரத்துல பல மந்திரமாரி செய்திருக்கு. அതൊന്നും ശരിയാ. ഊച്ചപ്പെടാതെ കണ്ണാ, சீக்கிரம் ஒரு நல்ல பொண்ணை செட் பண்ணு. ശരത്തെ, ഈ പണിക്ക് പറ്റിയ ഒരാളുണ്ട്. ആരാ? അഴകപ്പൻ. ഓഹോ, എനിക്കൊരു മാനക്കേട് വിടാ പുല്ലേ. യു കോൾ മീ മാമ. ഡോക്ടറെ ഡോക്ടർ എന്ന് വിളിക്കാമെങ്കിൽ, അഡ്വക്കേറ്റിനെ അഡ്വക്കേറ്റ് എന്ന് വിളിക്കാമെങ്കിൽ മാമയെ മാമയെ തന്നെ വിളിക്കണം. ദിസ് ഇസ് എ കോൺസിക്യൂഷൻ ഓഫ് പാരലൗലി. പുല്ലേ, ദുബായിലേക്ക് 4 പീസ് കഴിഞ്ഞ 6-ന് കയറ്റി വിടണമെന്ന് പറഞ്ഞാലേ, എന്നിട്ടിപ്പോ പാസ്പോർട്ടിൽ അക്ഷരത്തെറ്റാന്ന് പറഞ്ഞ് കയറ്റി വിടാതിരുന്നാൽ എന്റെ ബിസിനസ് എങ്ങനെ നടക്കും? എന്നെ ഉപദേശിക്കാനുള്ള തെണ്ടി. നാളെ പുലർച്ചയ്ക്കുള്ള 5:30-ക്കുള്ള ഫ്ലൈറ്റിൽ 17-ന്റെ 4 പീസ്. അതെ, 83 മോഡൽ. ഓക്കേ. എക്സ്ക്യൂസ് മീ, Sir. പൊള്ളാച്ചി തേവർ, വിച്ച് റൂം? 201. താങ്ക് യു. വേർ ഈസ് ലിഫ്റ്റ്? This way. ഓ, ദിസ് വേ. താങ്ക് യു, താങ്ക് യു. Excuse me. Yes. This way, sir. ഒരാളെ ലിഫ്റ്റിലേക്ക് വഴി ചോദിച്ചാലേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നീ അധികം കാര്യം ഇരുന്നാലേ നിന്റെ കുതം പിമ്പിലടിക്കും. I'm sorry, sir. താങ്ക്സ്. ഹലോ, ഉണക്കക്കമ്പുകളുടെ 2 ഞാവാലി പീസുകൾ, 66 മോഡൽ, കണ്ട 80 തോന്നി. ഉണക്കാണെങ്കിൽ എന്ത് അടിക്കാൻ മിടിക്കുകടാ. ഹലോ അഴകപ്പൻ. നോ, ഐ എം നോട്ട് അഴകപ്പൻ. യു കോൾ മീ മാമ. മലയാളത്തിൽ മാമ എന്ന് പറയും, ഇംഗ്ലീഷിൽ അങ്കിൾ എന്ന് പറയും, ഹിന്ദിയിൽ അതെന്തെങ്കിലും ആവട്ടെ. നമുക്കൊരു കാര്യത്തിലേക്ക് കിടക്കാം. ആട്ടെ, ആരാണ് പേഷ്യന്റ്? Patient? അതായത് രോഗി. ശരി. ഞങ്ങളുടെ ഭാഷ പറയുകയാണെങ്കിൽ ഇത് ഒരുതരം രോഗമാണ്. രോഗവിവരം മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ ഏത് മോഡൽ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. ആളൊരു സേട്ടാ. ഓ, സേട്ടാണോ? സാപ്പിള്ളി സാവിത്രി നല്ല ഒന്നാന്തരം ഫാമിലിയാ. ഏകദേശം 85 മോഡൽ വരും.
ഹെഡ്ലൈറ്റ് ഇപ്പോഴും നല്ല പ്രകാശ. ഇത് പൊൻകുന്തൻ ജെസി. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഫുൾ കണ്ടീഷൻ. എന്താ വരുത്തട്ടെ? എന്റെ ഷേജി, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാനൊരു കാര്യമേറ്റ അത് ഏറ്റതാ. വിദേശി മുതൽ സ്വദേശി വരെ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഡോണ്ട് വറി. നാം ക്യാ ഹേ? മാമ. നിന്റെ ജോലിയല്ല ചോദിച്ചത്, പേര്. പേരാ? പേര് പേരെന്തുവാകട്ടെ, മാമ. ഇപ്പൊ എല്ലാ ഫീൽഡിലും തൂലികനാമം ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പൊൻകുന്നം, ചെമ്മനം എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ പേരാണ് മാമ. നാഷണൽ ബിസിനസ് മുതൽ ഇന്റർനാഷണൽ ബിസിനസ് വരെ ചെയ്യുന്ന ആളാണ് നമ്മൾ. വെള്ള തള്ളിപ്പൊളി പെമ്പിളയുടെ ഫോട്ടോയും കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ ഷേജി, കഴിഞ്ഞ കുറച്ച് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എന്റെ ഒരു പേഷ്യന്റും ഇന്ന് വരെ സുഖം പ്രാപിക്കാൻ പോയിട്ടില്ല. ഇനി എന്റെ ആവനാഴിയിൽ നിന്നും അമ്പെടുക്കാതെ നിവൃത്തിയില്ല. എന്റെ എല്ലാ വിജയത്തിനും കാരണമായ ഈ തുറുപ്പിലിട്ട് നോക്ക്. ഇനി പറ, ഞാൻ പുറത്തു പോണോ അതോ ഇവരെയും കൊണ്ട് അകത്തേക്ക് വരണോ? പറ. മതി, ഇത് മതി. വേഗം വിളിക്ക്. സക്സസ്, എല്ലാ കാര്യവും സക്സസ്. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല സേട്ട്. ആളൊരു വേണ്ടനാ. വിദേശി മുതൽ സ്വദേശി വരെ. എന്തിനേറെ നഴ്സറി കുട്ടികളുടെ ഫോട്ടോ വരെ കാണിച്ചു. രക്ഷയില്ല. സംഗതി എന്താ അത് പറഞ്ഞു തുലക്കണോ? ഞാനൊരു കാര്യമേറ്റാൽ അത് നടത്തിയിരിക്കും. പാർവതി ഡൽഹി മന്ത്രിസഭയുടെ പേടി സ്വപ്നം. ഭരണപക്ഷത്തെ 8 എംപിമാരെ വലകിലാക്കി കഴിഞ്ഞ മിനിസ്ട്രിയെ ഒറ്റ രാത്രി കൊണ്ട് താഴെ ഇറക്കിയവൾ. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെ വില പറഞ്ഞ അജയൽ ഗോഖലയുടെ മാത്രം കീപ്പ്, പണച്ചാക്ക്. പാർവതിയെ ഞാൻ ഗോഖലയുമായി പരിചയപ്പെടുത്തിയതിന് അവൾ എനിക്ക് തന്ന വാക്ക്, ഞാൻ വിളിക്കുന്ന ഒരു ഡീലിങ്ങിന് മാത്രം പങ്കെടുത്തോളാമെന്ന്. സുപ്രീം കോടതി വക്കീലന്മാര് ഒരു സിറ്റിങ്ങിന് 1 ലക്ഷം വാങ്ങുന്നെങ്കിൽ പാർവതി ഒരു സ്ലീപ്പിങ്ങിന് 3 ലക്ഷം വാങ്ങുന്നത്. വേണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ നിന്ന് അവളെ ഞങ്ങൾ വിളിക്കാം. ഇന്ത്യ ഗേറ്റ്? ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നിന്ന്. അതിതീഷ്ണമായ കണ്ണും ആരെയും ആകർഷിക്കുന്ന മുഖശ്രീയും ആണിന്റെ കരുത്തുമുള്ള പാർവതി. അവള് വരും. മേയ്ക്കാൻ കുറച്ച് പാടുപെടും. നിങ്ങളുടെയൊക്കെ കട്ടയം പടവളക്കിട്ട് അവള് പോകൂ. പാർവതിയുടെ ഫോട്ടോ എവിടെ? ആ സേട്ട് അതും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുക. എന്നാ വിളിക്കാം. യെസ്, പാർവതി ശർമ്മ ഹിയർ. ഈ പാർവതി ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. നാളത്തെ സൂര്യാസ്തമയം കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. ഡോണ്ട് വറി.
എന്താ നിർത്തിയത്? ചിന്നക്ക് ഇത് പോതും. എന്നാ മാസം സൗഖ്യമാ? പിന്നെ വളരെ സൗഖ്യ. കോപ്പി ചാപ്പിട്ടാച്ചാ? ഇപ്പൊ ശാപ്പിട്ടാച്ചതേ ഉള്ളൂ. എന്താ സഞ്ചി എന്നാ പാരമ? ഹായ്, പുതുസാന ധാവണി. നാളേക്ക് എൻഗേജ്മെന്റിക്ക് പോട വേണ്ടിയത്. നല്ല കളർ, എക്കച്ചക്കமான വില. താങ്ക്സ് അപ്പാ. ഇന്നക്ക് മധ്യാഹ്നം പാലക്കാടേക്ക് പോണം. നാളെ എന്നോട് ചിത്തി പൊണ്ണുക്ക് നിശ്ചയദാർഢ്യം. അപ്പൊ എപ്പ കിളമ്പി വരും? നാളേക്ക് നൈറ്റ് കട്ടായം തിരിച്ചു വരും. ഓ, എന്തൊരു മഴയായിരുന്നു. മോള് വല്ലാതെ നനഞ്ഞോ? പറവല്ലപ്പാ. ഡോ, ഈ ബസ്സൊന്നും പോവില്ലേ? ഇന്ന് രാത്രി 12 മണി മുതൽ ഹർത്താലാ. ഇനി നാളെ രാത്രി കഴിഞ്ഞ ബസ്സൊക്കെ പോവും. ഈശ്വര, ചതിച്ചല്ലോ. എന്തു പറ്റി? ഏയ്, ഞങ്ങള് പാലക്കാട് വരെ പോയിട്ട് വരിക. ഇറങ്ങാൻ അല്പം ലേറ്റായി. ഹർത്താലാണെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞൂല. ഇനി നടക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഒരു ഓട്ടോ. ഓ, ഏത് നേരം കിട്ട നേരത്താണോ ഇറങ്ങി തിരിച്ചത്? ഓട്ടോ അയ്യപ്പൻകാവ് വരെ ഒന്ന് പോണല്ലോ. ഞാൻ ഓട്ടം വരുന്നില്ല. റോഡാണെങ്കിൽ മഴ പെയ്ത് അപ്പിടി കുണ്ടും കുഴിയായിട്ട് കിടക്കുക. പോരാത്തതിന് ഹർത്താലും. ഞാൻ ഓട്ടോ ഒതുക്കാൻ പോവാ. അങ്ങനെ പറയരുത്. ഈ രാത്രി പ്രായമായ മകളെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോകും? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പ്രശ്നം? അതെ, ഈ വണ്ടി കൊണ്ടാ ഞാനും എന്റെ കുടുംബവും ജീവിച്ചു പോണത്. ബന്ധു ദിവസമായിട്ട് രാത്രി 12 മണി കഴിഞ്ഞ് വണ്ടി ഇറക്കിയ എന്താ സംഭവിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമ്മളെ വിട്ടേര്. ഒടുക്കത്തെ ബന്ധു ഹർത്താലും മനുഷ്യനെ വിലക്കെടുത്തു. അല്ല, ഇവര് ഈ രാത്രി എന്ത് ചെയ്യും? പറഞ്ഞാൽ അത് ശരിയാണല്ലോ. മാവാ, ഈ അസമയത്ത് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു രാത്രി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തങ്ങിട്ട് നാളെ പോ. എന്താ? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ലടാ. ഈ വഴി അങ്ങോട്ട് തിരിഞ്ഞാ പാർട്ടി ഓഫീസായി. വാ, പോരെ, ധൈര്യമായിട്ട് കയറി വാ. ഇത് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് കിട. ഈ ബാത്റൂം ടോണി, ആ ബാത്റൂം കാണിച്ചു കൊടുത്ത്. വരൂ. കുട്ടിയൊരു കാര്യം ചെയ്, ആ മുറി പോയി നനഞ്ഞല്ലാന്ന് പിഴിഞ്ഞു കൊടുത്തോളൂ. ആരാ ശരത്തെ പെണ്ണോ? ഞാനുണ്ട്. സൂപ്പർ, എന്തൊരു ഷേപ്പാ. എനിക്ക് ഈ ഡ്രസ് ഒന്ന് മാറണം. എന്താ മാറിക്കോ, പക്ഷെ ഈ ഭംഗിയുള്ള ശരീരം ഞങ്ങളൊന്ന്
സർ, പാതിരാ നേരത്തെ നടുറോടി വന്നിറങ്ങിയ ഒരു അച്ഛനും മകൾക്കും അന്തി ഉറങ്ങാനൊരിടം, ഒരു സംരക്ഷണം, ഇതേ ഞങ്ങൾ കൊടുത്തുള്ളൂ. അതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതോ? മിസ്റ്റർ ശരത്, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വികാരം. വെളിച്ചെട്ടന്റെ അവനെ. കമ്മീഷണർ സാറേ, അതിക്രമിച്ചകത്ത് കയറി എന്റെ അധീനതയിലുള്ള ഒരു പാർട്ടി ഓഫീസാണ് അവൻ അടിച്ചു തകർത്തത്. നേരിട്ട് അവനോട് ഇടപെടാൻ എനിക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ ആവശ്യമില്ല. അറിയാം മിസ്റ്റർ വിശ്വനാഥൻ, ഇത്തരത്തിലൊരു കേസിൽ നിങ്ങളോട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പാർട്ടി ഓഫീസിൽ അനാശാസ്യ പ്രവർത്തനം നടത്താൻ സ്ത്രീകളെ കൊണ്ടുവന്നൊരു കാരണം പറഞ്ഞായിരുന്നു അയാൾ ഞങ്ങളെ തല്ലിയത്. എടോ, എന്റെ തലതൊട്ടപ്പനാവാനല്ല തന്നെ ഇവിടെ സി ഐ വെച്ചിരിക്കുന്നത്. സാർ, അത് സ്റ്റോപ്പ് ഇറ്റ്. അർദ്ധരാത്രി, അതും ബന്ധു നേരത്ത് റോഡിൽ വന്നിറങ്ങിയ നിർധനരായ അച്ഛനും മകൾക്കും അഭയം കൊടുത്തതാണോ ഇവർ ചെയ്ത തെറ്റ്? സാർ, ഞാൻ പറയുന്നത് വേണ്ട, തന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും തനിക്കിതിൽ തന്റെ ഇടം കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്റെ അധീനതയിൽ വേണ്ട. ഇവനെ പോലുള്ളവർക്ക് വേണ്ടി സാർ ഇങ്ങനെ വാതുവരാ സംസാരിക്കുന്നത് കഷ്ടമാണ് സാർ. കണ്ടില്ലേ മേലുദ്യോഗസ്ഥരോടുള്ള ധിക്കാരം? നിർത്ത. താനാരാ? ധിക്കാരികളായ കുഞ്ഞാടുകളെ നേർവഴിക്ക് നടത്തുന്ന മെത്രാച്ചനോ അവ മാർപ്പാപ്പയോ? എടോ, തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്റെ ആളുകളെ അപമാനിക്കാനല്ല. മേലിൽ ഈ പ്രദേശത്ത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അനുവാദത്തോട് മാത്രമായിരിക്കണം. അല്ലെന്ന് കണ്ടാൽ തന്റെ ഈ സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി വെപ്പിച്ച് നടുത്തെരുവിൽ ഇറക്കും ഞാൻ. മനസ്സിലാകും എനിക്ക്? സോറി സാർ. സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി എന്നെ ഇങ്ങനെ ജനിച്ച വേഷത്തിൽ നടറോഡിൽ ഇറക്കുമെന്നുള്ള സാറിന്റെ ജൽപ്പനങ്ങളുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. എടോ, തന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല സാർ. ബന്ദിന്റെയും ഹർത്താലിന്റെയും പേര് പറഞ്ഞ് ഇവനെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സാർ അറിയണം. ഇന്നലെ ഞാനത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ റോഡരികിൽ മഴ നനഞ്ഞു കിടക്കുന്ന 2 ശവശരീരങ്ങളുടെ വാർത്തയായിരിക്കും സാറിന് നിന്ന് കേൾക്കാൻ കഴിയുക. ആ അച്ഛനും മകൾക്കും കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഇടിച്ചെടുത്ത ഞാൻ ഇത്തരത്തിലുള്ളവന്മാരുടെ സേവ പിടിച്ച് എനിക്കെതിരെ ആയുധമെടുക്കാനുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് വേണ്ട. ഒളിക്കും ഞാൻ. സാറടക്കമുള്ള സകലവന്മാരുടെയും ജീവചരിത്രം ഒളിച്ചെഴുതിയിട്ടേ പോകൂ ഈ വിശുദ്ധൻ. കേട്ടതിൽ കവിഞ്ഞ വാക്സാമർത്ഥ്യം, ഒരൊറ്റയാന്റെ ചങ്കൂറ്റം. നിന്നോട് നേരിട്ടല്ല, നിനക്കായി കെണിയൊരുക്കുകയാണ് വേണ്ടത്. എനിക്കായി നീ തീർത്ത കെണിയിൽ നിന്നെ ഞാൻ വീഴ്ത്തും. അതിൽ നിന്ന് രക്ഷ നേടാനോ രക്ഷപ്പെടുത്താനോ പ്രപഞ്ചത്തിൽ നീ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന്മാരെ കൊണ്ടുപോലും കഴിയില്ല വിശ്വനാഥൻ. അത് ഞാൻ നിനക്കൊരുക്കുന്ന മരണക്കെണിയായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ പണിഷ്മെന്റ്. ഗുഡ് ലക്ക്. മോളെ ശർമ്മളെ, വേണ്ട വേണ്ട, എന്നെ തൊടുകയൊന്നും വേണ്ട. എന്ത് പറ്റി നിനക്ക്? ആ, എത്തിയോ സി ഐ സാറ്? എന്റെ ദൈവമേ, ഈ കുപ്പായ എടുത്തണിഞ്ഞാ പിന്നെ ഇവിടെ ഒരാൾക്ക് വീടും വേണ്ട കൂടും വേണ്ട. ഇങ്ങനെ 2 അനിയത്തിമാര് ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ല സി ഐ സാറിന്. ഇവളെന്താ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ പറയാം. ആദ്യം ഈ യൂണിഫോം ഒന്ന് മാറ്റിട്ട് വന്നേ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. എന്നിട്ടാവ സംസാരം. അല്ല, ഇവക്ക് എന്ത് പറ്റി പ്രമീളെ? എന്താടാ? അല്പം മുമ്പ് ഇവിടെ ഒരു ഫോൺ വന്നിരുന്നു. ആരോ 1-2 പേര് ശരിക്കും ചീത്ത പറഞ്ഞു. നിന്റെ ഏട്ടനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണോന്ന്. ഇല്ലെങ്കിൽ ആരാ വിളിച്ചേ? ആരാ വിളിച്ചെന്നാ പേരും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്നിട്ട് യൂണിഫോം ഇട്ടോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ, അവന്മാരെ പിടിച്ചിട്ട് ഇരിക്കാൻ. നീ എന്തായി പറയുന്നേ? ഫോൺ ചെയ്ത് എന്റെ പെങ്ങന്മാരോട് അനാവശ്യം പറഞ്ഞ ഞാൻ അടങ്ങിയിരിക്കണോ? വേണ്ട, അടങ്ങിയിരിക്കണ്ട. ഏട്ടൻ പുറത്തു പോയിട്ട് വരുന്നവരെ ഞങ്ങൾക്ക് എന്ത് ടെൻഷനാണെന്നറിയോ? ഏട്ടൻ മാത്രം വിചാരിച്ചാൽ ഈ നാട് നന്നാക്കാൻ കഴിയുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എന്നാലും മോളെ, ഈ കുപ്പായം അണിഞ്ഞ് ശമ്പളം വാങ്ങുമ്പോ 100% ഡിപ്പാർട്ട്മെന്റിനോട് നീതി കാണിക്കണ്ടേ ഏട്ടൻ? പറ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ഏട്ടന്റെ പ്രൊഫഷനോടാണ്. ഞങ്ങൾക്ക് സ്നേഹം തരാൻ മാത്രം ആരുമില്ല. അതെങ്ങനെ ജനിച്ചറിവാകും മുമ്പേ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയില്ലേ അച്ഛനും അമ്മയും? ഏട്ടനപ്പോ നിങ്ങൾ അങ്ങനെ കണ്ടിരിക്കണല്ലേ? അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം ഏട്ടൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ മോളെ? ഏട്ടന് നിങ്ങളെ കവിഞ്ഞ് മറ്റൊന്നുമില്ല. എല്ലാറ്റിനേക്കാളും ഏട്ടന് വലുത് നിങ്ങളാണ്. ഇപ്പൊ പഠിക്കുന്ന ഭരതനാട്യ ക്ലാസിന്റെ കൂടെ ഇനി കുച്ചിപ്പൊടിയും കൂടെ തുടങ്ങിയ ആജീവനാന്തകാലം എനിക്ക് അന്നം മുട്ടാതിരുന്നേനെ. അത് തീരുമ്പോ നമുക്ക് കഥകളി തുടങ്ങാം. മാഷക്ക് കഥകളി അറിയോ? ഇല്ല, ഞാൻ ഇന്ന് പഠിക്കും, കുട്ടിയെ നാളെ ഞാനത് പഠിപ്പിക്കും. അപ്പോ സംഗതി എളുപ്പമല്ലേ?
മനുഷ്യനെ പേടിപ്പിച്ചോ ദുഷ്ടൻ. ഇവിടെ അടുത്താണോ താമസം? മുഖത്ത് നോക്കടോ. ഈ കൊച്ചു ഇങ്ങനാ ആണുങ്ങളെ മുഖത്ത് നോക്കുകയല്ല. ഓ അതായിരിക്കും ഈ പെണ്ണുമായിട്ട് നടക്കുന്നത്. അതെ. അപ്പോ ചിരിക്കാനറിയാം? ചിരിക്കാനല്ല, കുട്ടിക്ക് സംസാരിക്കാനും പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാം അല്ലേ? ഓഹോ, അപ്പൊ ചേച്ചിയായിരിക്കും മാസ്റ്റർ. ചേച്ചിയോ? അതെ. അതെ, ഞാൻ നടുവട്ടം ശ്രീശൈലേശൻ. കുട്ടിയുടെ വീട് എവിടെയാ? ഇവിടുന്ന് 2 നാഴിക നടക്കുമ്പോ ആദ്യം കാണുന്ന അഗ്രഹാര തെരുവ്. അവിടെ 3ാമത്തെ വീടാ. നാരായണ ശർമ്മയുടെ ഒരേ ഒരു പുത്രിയാ. എന്നാലേ നാളെ ഞാനും സാറും കൂടി അങ്ങോട്ട് വരുന്നു. എന്തിന്? അതെ, എന്തിനാ? ചുമ്മാ. അപ്പൊ നാളെ കാണാവേ. പോ പോലീസുകാരാ. ചേച്ചി മക്കളൻ. എന്തിനായിരിക്കും വീട്ടിൽ വരുന്നത്? ചിലപ്പോ കുച്ചിപ്പുടി പഠിക്കാനായിരിക്കും. കൂടെയുള്ള പോലീസുകാരനെ കണ്ടാലറിയാം എന്റെ കുച്ചിപ്പുടി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന്. നമുക്ക് പറ്റിയ ആളല്ലേ. അല്ല, ഇതാര്? അങ്ങോട്ടിരിക്കാം. മോളെ ഗായത്രി, കോഫി എടുത്തിട്ട്. എന്നെ മനസ്സിലായോ? പിന്നെ അന്നൊക്കെ നൈറ്റ് പാർട്ടി ഓഫീസിലെ. അതെ, അത് തന്നെ. അന്ത ഇടിയൻ സ്റ്റണ്ട് ഫൈറ്റ്. ഓ, ചെവി കേക്കുത്. ഓർമ്മയിരിക്കും സാർ. അന്ന് ഈ കടവുൾമായി നീങ്ക വരലെന്നാ എൻ പൊണ്ണോട് മാനമേ പോയിരിക്കും. ആട്ടെ, വീട്ടിലാരൊക്കെയുണ്ട്? അപ്പ, അമ്മ? ഇല്ല, രണ്ടുപേരും മരിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണ് എന്റെ എല്ലാം. വേളിയൊന്നും ആകലയാ? ഇല്ല, നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. ചെലപ്പോ ഇപ്പൊ തന്നെ നടക്കും വിവാഹം. അത് സമയത്ത് തന്നെ നടക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. എന്റെ മോളെ പോലെ. മോക്കെന്തുപറ്റി? വരുന്ന ജാതകങ്ങളൊന്നും അവൾക്ക് ചേരുന്നില്ല. എന്നാ ജാതകം നോക്കാൻ വരുന്ന പോരെ? അത് പിന്നെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചോണ്ട് ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. ചൊവ്വാദോഷക്കാരിക്ക് ചേരുന്ന ജാതകമല്ലാച്ചാ ഭർത്താവിന് അപൂർത്തി ഉറപ്പാ. ജാതവും പണവും ഒന്നും പ്രശ്നമല്ലാതെ സ്വാമിയുടെ മകളെ കെട്ടാനൊരാള് വന്ന കുലവും തറവാട്ടുമാവുമേ ഒന്നും നോക്കാതെ പിടിച്ചു കൊടുക്കുമോ മോളെ? കണ്ടിപ്പാ. അപ്പടി ഒരാളെ കിടക്കുമാപ്പാ? കിടക്കുമാവാന്നാ? കിടച്ചാച്ച് സ്വാമി, കിടച്ചാച്ച്. എവിടെ? ഇതാ, ഇത് തന്നെ കക്ഷി. നിജമാവാ? എന്റെ മോളെ ഈശ്വരൻ കാത്തു. ഇതുവരെ ഈശ്വരൻ കാത്തു. ഇനി അങ്ങോട്ട് ഈ ഈശ്വരൻ സാക്ഷാൽ വിഷ്ണു സാർ കാത്തോളൂ.
അത് ശരി, ഇതുവരെ എണീറ്റില്ലല്ലേ? ദേ, എഴുന്നേറ്റ്. എണീക്കാൻ. ചായ തണുക്കും. എണീക്ക്. ബ്രഷ് ചെയ്യ്. ഹലോ, എവിടുന്ന? ആ, ഇപ്പൊ കൊടുക്കാട്ടോ. സ്റ്റേഷനിൽ നിന്നാ, ജഗന്നാഥൻ. ഹലോ. ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ? പോളിക്ലിനിക്ക് വരെ. ആ, വാർഡിലുണ്ട് സാർ. നോക്കിയേ സാറേ, എന്റെ കുഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാവിലെ ഒരു കവർപ്പാൽ എടുത്തു കുടിച്ചതാ. അപ്പൊ തുടങ്ങിയതാ തളർച്ചയും ഈ വായിന് നൊരയും പതയും വരെ. ഡോക്ടർ സാർ, എന്റെ മോള് പോയി. അയ്യോ, എന്റെ മോളോ. നോക്കി നിൽക്കാൻ അങ്ങോട്ട് മാറ്റി വെക്ക്. വേഗം ആവട്ടെ എന്ന്. കൊണ്ടുപോയിട്ട് ഒന്ന് പെട്ടെന്ന് ആവട്ടോ. പോലീസുകാരെന്താ ഇവിടെ? എന്താ പോലീസുകാർക്ക് ഇവിടെ വരാൻ പാടില്ലേ? അല്ല, പാലിന് വേണ്ടിയാണെങ്കിൽ. ആണെങ്കിൽ നീ എന്താ ധാരധാരയായി ഘോരഘോരയായി അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരുമോ? എന്നാ ഒഴിയണം. അല്ല, സാറെന്താ ഇങ്ങനെ? പോലീസുകാരനോട് എന്താ സാറേ? കാലത്ത് കുടിച്ച മുഴുവൻ പാലും പുറത്തേക്ക് വരണ്ടെങ്കിൽ പറയണം. എവിടാ മാനേജർ? തൊഴുത്തിൽ. തൊഴുത്തിന് എന്താ ഇത്രയും നീളം? അല്ല സാർ, മാനേജർ തൊഴുത്തില്. അയാളാരാ, പശുവോ? അല്ല സാർ. ജഗന്നാഥൻ, കമോൺ സാർ. അയ്യോ 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 അയ്യോ. മറ്റൊന്നും തോന്നരുത്. ഇല്ല സാർ. ഒരുത്തിന് ശരിക്കിടിച്ചിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാ. എന്തൊരാശ്വാസം. ഇപ്പൊ കൈത്തരിപ്പ് മാറി. നമുക്ക് കാണാം. വരട്ടെ. ഓ ശരി. എന്താണ് ഇവിടെ കഴിക്കുന്നത്? വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ? ആരാടാ മാനേജർ? അദ്ദേഹം സാറേ. ഇവിടെ നടന്ന പാൽ ദുരന്തത്തിന് പിന്നിൽ ആരുടെ കൈയാടാ? എനിക്കറിയില്ല സാർ. സാറേ, ഇവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. സാർക്ക് മറക്കേ, ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കാം. പറയണ പുല്ലേ. നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും നിർധനരായ ഗ്രാമവാസികളുടെയും മരണത്തിന് പിന്നിൽ നിന്റെ കൈയല്ലടാ. പൊട്ടി കഴിയണ മോനെ. തല്ലല്ലേ, എന്നെ കുട്ടി ചെയ്യിച്ചോ സാർ. ആര്? മാവച്ചൻ, പൊള്ളാച്ചിത്തേവര്, പിന്നെ വിശ്വനാഥ സാറും. വിശ്വനാഥ്. ജനങ്ങളുടെ സന്തോഷമാണ് VTV മിൽക്ക് പ്രോഡക്ട്സിന്റെ ഐശ്വര്യം. വർഷങ്ങൾ കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം കള്ളത്തരത്തിലൂടെയോ കാപട്യത്തിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ കഠിനമായ അധ്വാനവും ഇടയറ്റ അർപ്പണബോധവും കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അടുത്ത പാൽ ഫാക്ടറി ഉണ്ടായ ദുരന്തം നമുക്കൊരു പാഠമായിരിക്കണം. ആ വിഷബാധയിൽ മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരം ആളുകളുടെ സ്മരണയ്ക്ക് മുന്നിൽ എണ്ണീറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം.
വിശ്വനാഥൻ, പൊള്ളാച്ചി തേവർ, വാവച്ചൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാണത്. എന്തിന്? നിങ്ങൾ നന്ദിനി മിൽക്സിന്റെ മാനേജർക്ക് കോഴ നൽകി പാലിൽ വിഷം കലർത്തിയതിന്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി സഹോദരീ സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും അപമൃത്യുവിന് കാരണമായ ദുരന്തത്തിന് ഉത്തരവാദി നിങ്ങളാണെന്ന് തെളിവ് സഹിതം ലഭിച്ചതിന് നിങ്ങൾ എന്നോടൊപ്പം വന്നേ പറ്റൂ. എതിർക്കാൻ ശ്രമിച്ചാൽ ഒന്നുകളയും എല്ലാത്തിനെയും. എടോ വിഷ്ണുദത്തൻ, തനിക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയില്ല. അറിയാമെടോ, നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞങ്ങൾ വിചാരിച്ച തന്നെ താനെന്നൊരു ചുക്കും ചെയ്യില്ല. നിങ്ങളാണ് ഇതിന് കാരണക്കാരെന്ന് മിൽക്ക് ഡയറി മാനേജറുടെ മൊഴി, നിർത്തുന്നതായ നൂറുകണക്കിന് ആൾക്കാരുടെ കംപ്ലൈന്റുകൾ. ഇത്രയും മതി നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാൻ. എടാ വിഷ്ണു, എന്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചു നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ ഒരു പൊളിറ്റിക്കൽ വേണ്ട. ഒരു പബ്ലിസിറ്റിയിൽ എനിക്ക് താല്പര്യമില്ല. ചവിട്ടേന്റെ എല്ലൊടിക്കണ പട്ടി. ഞങ്ങളുടെ ഈ കോലത്തിലുള്ള ഫോട്ടോ ഏതെങ്കിലും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ പത്രം നിന്ന് കത്തും. ഓഹോ, അങ്ങനെ എടുക്കടാ ഫോട്ടോ. ഇതിന് നീ അനുഭവിക്കും. അടിച്ച് തുറക്കണം. വിഷ്ണു, അവൻ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഞാൻ മുന്നാടിയാ ചൊല്ലിയില്ല. മുളയിലെ നുള്ളിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് അവനാണ്. സാറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഇവിടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് എന്നെ ജാമ്യം അനുവദിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തതാണ്. പിന്നെന്താണ് സാർ അത് നിഷേധിച്ചത്? കോടതിയിൽ ആ മാനേജർ എല്ലാം ഏറ്റുപറഞ്ഞപ്പോ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കുറ്റവാളികളായി. അവരുടെ കണ്ണുമൂടി കെട്ടാൻ 15 ദിവസം സബ് ജയിൽ റിമാൻഡ്. അത് ഞങ്ങൾക്ക് ആവശ്യവുമാണ്. നാളെ നൈറ്റ് ഡ്യൂട്ടി ആർക്കാണ്? പ്രകാശിന്. നാളെ പ്രകാശിന് ലീവ്. ആ ഡ്യൂട്ടി രാജേഷ് ഏറ്റെടുക്കണം. സാർ അത് വേണ്ട, മറുചോദ്യം വേണ്ട. പറഞ്ഞതനുസരിച്ചാൽ മതി. അയ്യോ എനിക്ക് മതി. മര്യാദക്ക് കഴിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. എടുത്തി എനിക്ക് വേണം 4 ദോഷം കൂടി ആവാം. അല്ലേലും തിന്നാ നീ തന്നെ മിടുക്കി. ചുമ്മാതല്ല എവിടെ തിന്നു പൂതം പോലെ വരുന്നത്. നിനക്ക് വെച്ചിട്ടുണ്ട്. രണ്ടാളും മര്യാദ കഴിച്ചേ. നീ ഇവിടെ ഇരുന്നേ. അയ്യോ വേണ്ട, വരട്ടും. ഇനി ഞാൻ എടുത്തു തരാം. അപ്പാവാർക്കും. നീ എവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കാം.
യുവർ ഓണർ, ഗായത്രി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ പറയുന്നത് പച്ച കള്ളമാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാന്യന്മാരായ വ്യക്തികളാണ് വിശ്വനാഥനും വാവച്ചനും തേവരും. ഇതിനു മുമ്പും പല കേസുകളിൽ ഇവരെ പ്രതികളാക്കി കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ വിഷ്ണുദത്തൻ ഇതേ കോടതിക്ക് മുമ്പിൽ വരികയും ആ പക തീർക്കാൻ ഇവർ വിഷ്ണുവിനെയും സഹോദരിമാരെയും തന്റെ അച്ഛനെയും കൊന്നതാണെന്നും തന്നെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി എന്നും പറയപ്പെടുന്ന ഈ സ്ത്രീയുടെ ആരോപണം തികച്ചും കള്ളമാണ്. എന്നാൽ അതേ വീട്ടിൽ മരിച്ചു കിടന്ന അജ്ഞാതനായ ഒരാൾ വിഷ്ണുവിന്റെ അനുജത്തിയുടെ കാമുകനാണെന്നും സംഭവ ദിവസം ഇതേ സ്ത്രീയുടെ അറിവോടെ അനുജത്തിയും കാമുകനും വീട്ടിൽ ഒത്തുകൂടുകയും യാദൃച്ഛികമെന്നവണ്ണം വീട്ടിലേക്ക് വന്ന വിഷ്ണുദത്തൻ അത് കാണാനിടയാകുകയും തുടർന്ന് വിഷ്ണുവുമായിട്ടുണ്ടായ സംഘടനത്തിൽ പരസ്പരം വെട്ടേറ്റു മരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസിന്റെ എഫ്ഐആർ. ഭർത്താവും സഹോദരിമാരും സ്വന്തം അച്ഛനും മരിച്ച് സീതയുടെ തീ അണയുന്നതിന് മുമ്പ് ഈ കോടതിയിലെത്തിയ ഇവരുടെ സ്വഭാവത്തിൽ എനിക്ക് സംശയമുണ്ട്. കുടുംബക്കാർക്കുണ്ടായ ദുരന്തത്തിൽ ഈ സ്ത്രീയുടെ മാനസിക നില തന്നെ തകരാറിലായിരിക്കുകയാണെന്നാണ് എനിക്ക് കോടതിയോട് ബോധ്യപ്പെടുത്താനുള്ളത്. സംഭവം നടന്നതിന് 2 ദിവസം മുമ്പ് മറ്റൊരു കേസിൽ ഈ കോടതി തന്നെ 15 ദിവസത്തെ റിമാൻഡിൽ സബ് ജയിലിൽ അയച്ചവരാണ് പ്രതികളെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വനാഥനും വാവച്ചനും തേവരും. കൃത്യം നടന്ന അന്ന് ഇവർ സബ് ജയിലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് രാജേഷിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെയും എന്റെ അനുജത്തിമാരെ നിഷ്ഠൂരമായി മാനഭംഗപ്പെടുത്തിയും
എന്റെ അച്ഛനെയും വിഷ്ണുവേട്ടനെയും അനുജത്തിമാരെയും ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തത്. ഈ സമൂഹത്തിലെ ഉന്നതന്മാരാണെന്ന് ഇവിടെ പറയുന്ന വിശ്വനാഥനും അയാളുടെ ആൾക്കാരുമാണെന്ന് എനിക്ക് വ്യക്തമാണ്. ജീവൻ തുടിക്കുന്ന ഒരു പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ, സ്ത്രീ സമൂഹത്തിന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കഴുകന്മാർക്ക് അവർ അർഹിക്കുന്ന കൊലക്കയർ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സി എ വിഷ്ണു, ശർമ്മ, ശർമിള കൊലക്കേസിലെ പ്രതികൾ വിശ്വനാഥൻ, തേവർ, വാവച്ചൻ എന്നിവരാണെന്നുള്ള ഗായത്രിയുടെ മൊഴി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും, എന്നാൽ വിഷ്ണുവിന്റെ സഹോദരീ കാമുകനുമായുള്ള ഏറ്റുമുട്ടലിലാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നതിനാലും സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന വിശ്വനാഥൻ, വാവച്ചൻ, തേവർ എന്നിവർ കുറ്റക്കാരല്ലെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ഓർമ്മകൾ മാഡത്തിനെ പഴയകാലത്തിലേക്ക് കൊണ്ടുപോയെന്ന് തോന്നുന്നു. യെസ്, അല്പനേരം ഞാൻ എവിടെയോ ആയിരുന്നു. മനസ്സിൽ മറക്കാതെ ഒതുക്കി വെച്ചിരുന്ന ഓർമ്മകൾക്ക് ജീവൻ തുടിക്കുന്നത് പോലെ ചോരയുടെ ഗന്ധം ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കും പോലെ. മാഡം റിലാക്സ്. കടക്ക് തീർക്കാൻ സമയമേറെയുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു വഴിയാണ്. അത് കിട്ടിക്കഴിഞ്ഞു. ആ, താൻ എത്തിയോ? മേഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെ വിശ്വസിപ്പിക്കാൻ അല്പം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഈ ഒരു വരവും കാത്തിരിക്കണം അവരവിടെ. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. ശരി. അടുത്ത ആഴ്ച പാർട്ടി മീറ്റിംഗ് ആണ്. അത് ഞാൻ കറക്റ്റ്. എടോ, യെസ്, അവരെവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അതെ, ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ലടോ. സൂപ്പർ പെമ്പളെ, അഴകാണ്. ചിക്കിളി ശരിക്ക് ഇടുത്ത് വാങ്ങും പാപ്പ. എന്താ സേഠ്ജി, സുഖാണോ? നിനക്ക് വേണ്ടിയാ നമ്മൾ ഇവിടേക്ക് വന്നത്. നീ പറഞ്ഞതുകൊണ്ട് മാത്രം. നിന്റെ സന്തോഷ നമ്മുടെയും സന്തോഷം. എന്താ നിന്റെ ഉദ്ദേശം? സേഠ്ജി, അഗ്രഹാരത്തിലെ അകത്തളങ്ങളിൽ പൂജയും തേവാരവുമായി കഴിഞ്ഞ് ആ പഴയ ഗായത്രിയല്ല നിങ്ങളുടെ മുന്നിലെ ഈ പാർവതി. നെഞ്ചിലൊരുപിടി ഓർമ്മകൾ കനലായി സൂക്ഷിച്ച് അത് കെട്ടണയാതെ ഓജസ്സും തേജസ്സും പകർന്ന് ഒരു ജ്വാലയായി മാറ്റിയത് ഈ ഒരു അവസരത്തിന് വേണ്ടി മാത്രമാണ്. മനസ്സിലെ അഗ്നിയിൽപ്പെട്ട് ചിറകുകൾ നഷ്ടപ്പെട്ട ഈ ആമ്പാറ്റ കണക്കെ കൊണ്ടുവരും ഞാൻ അവരെ. ഒരു ഉപകാരം കൂടി സേഠ്ജി ചെയ്യണം. എനിക്കിവിടെ വരാൻ ഒരു വഴിയൊരുക്കിയതുപോലെ കിട്ടാനുള്ള പണത്തിന് 1 വർഷത്തെ കാലാവധി കൂടെ കൊടുക്കുക. അവർക്കായി എഴുതി തീർത്ത മരണ വാറണ്ട് ഇല്ല. ബ്രാഹ്മണ്യത്തിന്റെ രക്തവും ക്ഷത്രിയന്റെ മനസ്സുമായി തീർന്ന ഒരു സംഹാര അവതാരത്തെയാകും അവരിനി കാണുക. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. വിജയം വരിച്ചില്ലെങ്കിലും എനിക്ക് ഈ യുദ്ധം നയിക്കണം. എന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചവർക്ക് ഞാൻ കൊടുത്ത വാക്കാണത്. എനിക്കത് പാലിച്ചേ മതിയാകൂ. ചിക്കിളി ഇറക്കിയ ഈ ഞാൻ എന്തും ചെയ്തിരുന്ന് അറിയാലോ. ഇനി കുറഞ്ഞത് 3 മാസത്തെ കാലാവധിക്കുള്ള എഗ്രിമെന്റ് ആയിട്ട് പറഞ്ഞു വരൂ. അതങ്ങോട്ട് തീർത്ത് പറയാറായിട്ടില്ലടോ. മിസ്റ്റർ അഴകപ്പൻ, എവറിത്തിങ് ഈസ് ഓക്കെ. നിങ്ങൾ കൊടുക്കാനുള്ള തുകയ്ക്ക് 1 വർഷത്തെ കാലാവധി നീട്ടിക്കൊണ്ട് സേട്ട് തയ്യാറാക്കിയ എഗ്രിമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, മേഡം ഒരു കാര്യത്തിൽ ഇറങ്ങിയാ അത് ഇറങ്ങിയതാ. ഇതാ മേഡം ക്യാഷ്. താങ്ക് യു.
ஓகே. எக்ஸ்கியூஸ் மீ. எஸ். ஒரு சின்ன சந்தேகம். நீங்க அந்த சிஐ விஷ்ணுவோட? അതെ, വിഷ്ണുവിന്റെ ഭാര്യ. അഗ്രഹാരത്തിലെ ഗായത്രി തന്നെയാണ് ഞാൻ. എന്നാൽ ആ പഴഞ്ചൻ സംഭവങ്ങൾ ഒരു പഴങ്കഥയായിട്ട് പോലും എന്റെ മനസ്സിലില്ല. കേട്ടിട്ടില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്. നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കണം? മാറ്റം പ്രകൃതി നിയമമാണ്. ഗീതാവചനങ്ങൾ. ഒരുപക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അഗ്രഹാരത്തിലെ ആ പഴയ പൊട്ടിപ്പെണ്ണായി ഞാൻ ഇന്നും കഴിയേണ്ടി വന്നേനെ. പക്ഷെ ഇന്നോ എന്റെ ആജ്ഞകൾ മുട്ടുകുത്തി കേൾക്കാൻ പോലും ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ രാജാക്കന്മാരുടെ നീണ്ട നിരയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, VVIP-കൾ എന്നു വേണ്ട, എല്ലാവരും എന്റെ ഫ്രണ്ട്സ്. ആവശ്യത്തിലേറെ പണം, ഇന്ത്യ ഗേറ്റിനടുത്ത് താമസിക്കാനുള്ള ലക്ഷറി ബംഗ്ല, സഞ്ചരിക്കാനോ ഫോറിൻ കാറുകൾ, എല്ലാ സൗഭാഗ്യങ്ങളും. നന്ദിയുണ്ട്. ആരോടെല്ലാമോ കടപ്പാടുമുണ്ട്. പിന്നെ നിങ്ങൾക്കായി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം. ലെറ്റ്സ് സീ അഗൈൻ. I'll be around you. Bye-bye. STD ബൂത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓർമ്മ വെച്ച നാള് മുതൽ ഒരു ഓർഫനേജിലാണ് വളർന്നത്. അച്ഛൻ ആരാണെന്നോ ജന്മം നൽകിയത് ആരാണെന്നോ എനിക്കറിയില്ല. ബൂത്തിലെ നിത്യ സന്ദർശകനായിരുന്നു അയാൾ. നിരന്തരമുള്ള ശല്യപ്പെടുത്തൽ. പരാതിപ്പെടാനായി എനിക്ക് ആരുമില്ലല്ലോ. എന്താ ഇത്? പെൺകുട്ടികൾ ഇത്ര നെർവസ് ആകരുത്. ശത്രുവിന്റെ ധൈര്യം ഈ ഒഴുകുന്ന കണ്ണുനീരാണ്. പാടില്ല, പാടില്ല കുട്ടി. ഒരുപാട് കരഞ്ഞതല്ലേ. പാർവതിയുടെ വീട്ടിൽ ഇനി ഒരു പെണ്ണിന്റെ കണ്ണീർ വീഴരുത്. നിന്റെ നിഴലിൽ സ്പർശിക്കാൻ പോലും ഇവിടെ ആരും ഉണ്ടാവില്ല. നിനക്ക് എന്നോടൊപ്പം നിൽക്കാമോ? ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ ചിലപ്പോൾ അപകടം നിറഞ്ഞതായിരിക്കും. പലയിടത്തും ശത്രുക്കൾ നമുക്കായി തീർക്കുന്ന വാരിക്കുഴികൾ കാണും. അവയൊക്കെ തരണം ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇവിടെ നിന്റെ വീടായി കരുതി നിൽക്കാം. നന്ദൻ, സിന്ധുവിനായി മേളരത്ത് റൂം ശരിയാക്കണം. ഇനി നമ്മോടൊപ്പം എല്ലാ കാര്യത്തിനും ഇവളുണ്ടാകും. ഓക്കെ? ഓക്കെ മാഡം. സർ, ഇത്രയും വിവാദമായൊരു മർഡർ കേസ് അന്വേഷിക്കാൻ നമ്മൾ നിയോഗിച്ചൊരു പോലീസ് ഓഫീസർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വച്ചിരിക്കുന്ന ആദ്യ കോൺഫറൻസിൽ പോലും വരാൻ വൈകുന്നു എന്ന് പറഞ്ഞാൽ? സർ, ഒരു സത്യം തുറന്നു പറയുകയാണ്.
അയാളുടെ ഈ പോക്ക് തീരെ ശരിയല്ല. എന്ന് പറഞ്ഞ് അയാളെ എഴുതിത്തള്ളാൻ വരട്ടെ. മോഹൻദാസ് വരും ഉടൻ തന്നെ. ഇത്രയും പ്രയാസപ്പെട്ട് സല്യൂട്ട് ചെയ്യണ്ട. അല്ല മോഹൻദാസ് സാറേ, ഈ സൂപ്പറിന്റെ ഓഫീസിൽ ഈ സൂപ്പർ സ്കൂട്ടർ ഈ ചങ്ങളക്കിട്ട് പൂട്ടണ്ട വല്ല കാര്യമുണ്ട്? ഉണ്ടടോ, ഇതിനകത്തെ ആവശ്യമുള്ളൂ. ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് കേട്ടിട്ടില്ലേ? വെളിയിലുള്ളവര് മോഷ്ടിച്ച അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം പുറത്തുള്ളവര് മോഷ്ടിച്ച തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അതിനെ സ്പെയർ പാർട്സ് ആക്കി മാറ്റും. ഇവിടെ ഉള്ളവന്മാരെ മോഷ്ടിച്ച ഈ ശർക്കര കുറച്ച് കൈയിട്ട് വരുന്ന പോലെ പാർട്സ് പാർട്സ് ആക്കി മാറ്റിക്കളയും. അവസാനം ഉരുട്ടിക്കൊണ്ടു പോകാൻ ടയർ പോലും കാണില്ല. നമ്മുടെ ആൾക്കാരല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ അകത്ത് കോൺഫറൻസ് തുടങ്ങിയിട്ട് 2.5 മണിക്കൂറായി. അതുകൊണ്ട് സിപ്പ് ഇടണ്ടാന്നുണ്ടോ? അയ്യേ, ഞാൻ വന്നു സർ. മിസ്റ്റർ മോഹൻദാസ് ഇവർ എവിടെയായിരുന്നു? അതെ, ഞാൻ മർഡറിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോയതാണ് സർ. വളരെ വിലപിടിച്ച ചില സൂചനകളും തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് സർ. എന്താണ് കിട്ടിയ ഡീറ്റെയിൽസ്? അതെ, നമ്പർ 1, വയറ്റത്ത് കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് വിമൽ രാജ് കത്തിക്കുത്തിയേറ്റാണ് മരിച്ചതെന്ന് ഉറപ്പാണ്. മറിച്ച് ഉണ്ടയാണ് വയറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വെടിയേറ്റാണ് മരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു. നമ്പർ 2, കത്തിയിൽ മാർക്കുണ്ടായിരുന്നത് കൊണ്ട് അത് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ കത്തിയാണ്. നമ്പർ 3, കത്തി കറിക്കത്തി അല്ലാത്തത് കൊണ്ട് അതൊരു കൊലക്കത്തിയാണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത്, ഈ മരിച്ച വിമൽ രാജ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കത്തിക്കുത്തിൽ മരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന്, ഏത് തരം കത്തി? സ്റ്റോപ്പ് ഇറ്റ്. സോറി സർ, ഞാൻ ഉദ്ദേശിച്ചത് ഈ മരിച്ച വിമൽ രാജ് ഇതിനു മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളുടെ തിരിച്ചുള്ള പ്രതികാരമാവും ഇത്. എന്ത്? അല്ല, മരിച്ചയാളുടെ അല്ല, ഐ മീൻ മരിച്ചയാളുടെ റിലേറ്റീവ്സിന്റെ. രാവിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. അതാണ് നാവിന്ന് ഇങ്ങനെ അബദ്ധങ്ങൾ. മതി, തനിക്കറിയാലോ അമ്പലക്കുളത്തിലെ വാച്ചറെ ഒരു ഭ്രാന്തൻ മുക്കിക്കൊന്നത്. അന്നും അവിടുത്തെ CI താനായിരുന്നു സാർ. ഞാനന്ന് ലീവിലായിരുന്നു. മാത്രമല്ല, എനിക്ക് മനസ്സിലായിടത്തോളം അന്നത്തെ സംഭവം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർഫോഴ്സും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആയിരുന്നു. ഈ സംഭവം 5-6 പ്രാവശ്യം ലൈവായിട്ട് ടെലികാസ്റ്റ് കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാരും ഫയർഫോഴ്സുകാരും മത്സരിച്ച് ആ ഭ്രാന്തനെ രക്ഷിച്ചേനെ. സാർ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ TV-ക്കാര് കാശ് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കും. എന്നിട്ട് അവർക്ക് എഴുതി കാണിക്കാം, ദിസ് പാർട്ട് ഓഫ് ദി കൊലപാതകം ഈസ് സ്പോൺസർഡ് ബൈ ഡാബർ, അമുൽ ടീ. നിർത്ത്. സിറ്റിയിൽ നടന്ന ഈ മർഡറിന്റെ പ്രധാന അന്വേഷകൻ താനാണ്. അപ്പോഴപ്പോഴുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം സാർ. കേസ് അന്വേഷണത്തിന് ഇവരിൽ ആരുടെ സഹായം വേണമെങ്കിലും തനിക്ക് സ്വീകരിക്കാം. ഇത് ആലുവ SI മിസ്റ്റർ ശങ്കരൻകുട്ടി, നിരവധി കൊലപാതകങ്ങൾ കണ്ടുപിടിച്ച മിടുക്കൻ. അതെ, ഈ സാലു തോമസ്, ഫോർട്ട് SI, ഫോർട്ടിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിംഗ് കണ്ടുപിടിച്ച സമർത്ഥൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ സാർ. താൻ എവിടെ പോകുന്നു? അല്ല സാർ, ഇത്രയും മിടുക്കരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉള്ളപ്പോ ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല എന്നെ എന്തിനേൽപ്പിക്കണം? അതല്ലടോ, തന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇവരിൽ ആരെയാണ് തനിക്ക് വേണ്ടത്? കേസ് അന്വേഷണത്തിന് ഒരു സഹായിയാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറ്റിയ ഒരാളുണ്ട്. സാറ് കേട്ടിട്ടില്ലേ, ചക്കിക്ക് കൂട്ട് ചങ്കരൻ? മനസ്സിലായില്ല. അല്ല, പുറത്ത് 6 നിൽക്കുന്ന ആ താമരാക്ഷൻ. ഓ, അയാൾ മതിയോ തനിക്ക്? ധാരാളം. ഓക്കെ, എഗ്രി. താങ്ക് യു സർ. വെരി സോറി. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഇന്നത്തോടെ തന്റെ പാറാവ് ജോലി അവസാനിച്ചിരിക്കുന്നു. എന്റെ പൊന്ന് സാറേ, ഇനി മുതൽ ഡ്യൂട്ടി സമയത്ത് ഞാൻ ഉറങ്ങത്തില്ല. നന്നായിട്ട് സല്യൂട്ട് ചെയ്യാം. അതല്ലടോ, തന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുക. ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഹരികൃഷ്ണൻസിലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ. അതല്ല, നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസനെയും പോലെ. പിന്നെ വേറൊരു കാര്യം, അതിലുള്ളതുപോലെ എനിക്ക് ഇടയ്ക്കിട്ട് പാര വയ്ക്കാൻ നോക്കിയ എന്റെ വേഷം മാറും. മോനെ ദിനേശനല്ല സാർ, താമരാക്ഷൻ. നരസിംഹം കണ്ടില്ല അല്ലേ? ടിക്കറ്റ് കിട്ടിക്കാണില്ല. ഞാനും IG എടുത്ത് വിളിച്ച് പറഞ്ഞ ടിക്കറ്റ് ഒപ്പിച്ചത്. ഇന്ന് മുതൽ കമ്പൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ.
പറ്റി വാവച്ചൻ വണ്ടിക്ക്? പാർവതി എന്താ ഈ വഴിക്ക്? ദാ ഇതുവഴി പോകുമ്പോ വാവച്ചൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു, അതുകൊണ്ട് ഇറങ്ങി. സാറിന്റെ വണ്ടി എന്താ പഞ്ചറായോ? വണ്ടി പഞ്ചറായതുകൊണ്ടല്ലടാ ബോണറ്റ് പൊക്കി വെച്ചിരിക്കുന്നത്. വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഇവിടെ അടുത്താണ് ഈ വർക്ക്ഷോപ്പും ഇല്ല. വാവച്ചന് വിരോധമില്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ വണ്ടി ഇവിടെ എങ്ങനെ? അത് പ്രശ്നമല്ല. വാവച്ച സാർ പിക്കുള്ളൂ. വണ്ടി റിപ്പയർ ചെയ്ത് ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. വരൂ വാവച്ചൻ. Come on, please. Okay. ഒരേ വാവച്ച, നിന്റെ കാര്യം കട്ടപ്പോക. താനിപ്പോ പഴയ ആളെയല്ല. ഞാൻ പറഞ്ഞില്ലേ വാവച്ചൻ, പഴം കഥകളൊക്കെ പാടെ മറന്നു. ഡൽഹിയും ബോംബെയും പോലുള്ള വൻകിട മെട്രോപൊളിറ്റൻ സിറ്റികളുടെ സന്തതിയായി പോയില്ലേ ഞാൻ. ഡൽഹി എന്ന മഹാനഗരത്തിൽ ഇന്ത്യ ഗേറ്റിനടുത്തുള്ള എന്റെ ലക്ഷറി ബംഗ്ലാവ്, അവിടെ എന്നോടൊപ്പം സംസാരിക്കാനും അന്തി ഉറങ്ങാനും വേണ്ടി നിലയ്ക്കാത്ത ഫോൺ കോളുകൾ. രാഷ്ട്രീയ നേതാക്കൾ മുതൽ എല്ലാം വമ്പന്മാർ. അവരിലൊന്നും വാവച്ചനെ പോലെ കരുത്തനായ ഒരാണിനെ ഞാൻ കണ്ടില്ല. പുരുഷൻ എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാൾ എന്റെ ജീവിതത്തിൽ, മനസ്സിൽ വാവച്ചന് തുല്യം വാവച്ചൻ മാത്രം. വാവച്ചനെ കുറിച്ച് ഓർക്കാത്ത ഒറ്റ രാത്രി പോലും ഇല്ല. സത്യം പറഞ്ഞാൽ വാവച്ചനെ കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് ഓടിയെടുത്തത്. ഐ ലൈക്ക് യു, ഐ വോണ്ട് യു, പ്ലീസ്. തിരക്കുള്ള ആളാണെന്നറിയാം. ഒരിക്കൽ, ഒരേ ഒരു പ്രാവശ്യം, ഒരേ ഒരു രാത്രി വാവച്ചന്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കണം. പ്ലീസ്, നോ എന്ന് പറയരുത്. വരണം. ഞാൻ എന്റെ ബെഡ്റൂമിന്റെ വാതിൽ വാവച്ചന് വേണ്ടി തുറന്നിട്ടിരിക്കും. This is my visiting card. I expect you tomorrow. See you. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണ. അല്ല, ഇതാര്? സാറോ? താനെന്താടോ മാമ ഇവിടെ? ഞാനല്പം ചിക്കിരി വാങ്ങാൻ വന്നാ. എന്നാലും സാറ് ഭയങ്കര ഭാഗ്യവാനാ. മാഡം അങ്ങനെ ആരെപ്പറ്റി അഭിപ്രായം പറയാറില്ല. പക്ഷെ സാറിന്റെ കാര്യം ഒരു 100 വട്ടം പറഞ്ഞു. ചെല്ലി. ആ, എക്സ്ക്യൂസ് മീ. എന്താടോ ഇത്? ഇനി ചിലപ്പോ എനിക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്താ? ഒന്നുമില്ല, അകത്തോട്ട് എന്നാട്ടെ. മാഡം വെയിറ്റിംഗ് ഫോർ യു. ബൈ ബൈ. അങ്ങോട്ട് പോണത് 2 കാലിൽ നടന്ന്, ഇങ്ങോട്ട് വരാൻ പോണത് 4 പേര് ചുമന്ന്. ഏയ്, ഞാൻ വല്ലാതെ വേർതിരിക്കുക. അതൊന്നും സാരമൊന്നും. അയ്യോ, പ്ലീസ്, ജസ്റ്റ് 1 minute. നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അത്തറും പൂശി ബെഡ്റൂമിൽ അന്തി ഉറക്കാൻ വേണ്ടിയാണെന്ന് കരുതിയോ? തെക്കേ വാര്യത്തെ ശർമ്മയ്ക്ക് ആണും പെണ്ണുമായിട്ട് കിട്ടിയ നീതിയായിരുന്നടാ ഞാൻ. നിന്റെയൊക്കെ ചുടുചോര കൊണ്ട് തിരുത്തി എഴുതും ഞാൻ. ഇവിടുത്തെ നീതി പുസ്തകത്തിന്റെ താളുകളിൽ പിടിച്ചിരിക്കുന്ന ദ്രവിച്ചു തുരുമ്പിച്ച നിയമലിപികൾ.
നിനക്കായി ഈ ആരാച്ചാർ നീട്ടുന്ന അവസാനത്തെ വായ്മൊഴി. എത്രയും പെട്ടെന്ന് നിന്റെ വലം കൈയായ വിശ്വനാഥനോട് സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡിൽ വരാൻ പറയുക. ഒരു അർജന്റ് മീറ്റിംഗ്. വില്യംസ്, പറയുന്നതാണ് ഉചിതം. വില്യംസിന് ഗൂർക്കയുടെ സ്വഭാവമാണ്. കത്തി ഊരിയാലേ പിന്നെ ചോര കണ്ടിട്ടേ മടക്കൂ. വേണ്ട, ഞാൻ വിളിക്കാം. ഹലോ വിശ്വനാഥൻ, ഞാൻ വാവച്ചൻ. ഒരത്യാവശ്യ കാര്യമുണ്ട്. സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡ് ഞാൻ വെയിറ്റ് ചെയ്യും. വേഗം വരണം. പിന്നെ ഇനി വേണ്ട. ഇവൻ ഓണായാല് അയാള് ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കും. ഔട്ട് ഓഫ് റേഞ്ച് ആയിക്കോട്ടെ. ഇയാളുടെ ജീവിതം ഔട്ട് ഓഫ് റേഞ്ച് ആവണത് പോലല്ലേ. യെസ്, വിളിക്ക് സി എം 1000. ഹലോ, പോലീസ് കൺട്രോൾ റൂം. CI മോഹൻദാസ് ആണോ? സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡിൽ ഒരു ആക്സിഡന്റ്. എത്രയും പെട്ടെന്ന് എത്തണം. ഇതാണ് സാർ എല്ലാരും പറയാറില്ലേ, കൈനീട്ട് നന്നായാൽ പിന്നെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ ഒന്നിനു പുറകെ ഉണ്ടായിട്ട് വന്നാൽ നമ്മളെങ്ങനെ ആദ്യത്തേത് കണ്ടുപിടിക്കും? കുറച്ച് സംസാരം, കൂടുതൽ അധ്വാനം. ഇവിടെ താനൊന്നും സംസാരിക്കണ്ട, അധ്വാനിച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ടോ? കൊള്ളാം സാർ, നല്ല ഒന്നാന്തര പേഴ്സ. ഒരു 19 രൂപ വില വരും സാർ. വെച്ചോ. ഇതിനകത്തുള്ള എമൗണ്ട് നമുക്ക് 50-50 ആയിട്ട് എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച സാറിന് ഈ പേഴ്സ് വെച്ച് ഞാൻ കൊലയാളികളെ കണ്ടുപിടിക്കും. ഇനി പറ, ഞാനൊരു മണ്ടനാണോടോ? ഒരിക്കലല്ല സാർ. എന്നാലാണ് ഇത് വെച്ച് അവരെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ സാർ. താനങ്ങോട്ടാ? അല്ല സാർ, നമുക്ക് പോവാം. എനിക്ക് രാത്രി ഉറങ്ങുന്നാലേ പനി വരുമായിരിക്കും അല്ലേ? എന്നാലേ ഇന്ന് രാത്രി താൻ ഉറങ്ങണ്ട. ഒരു മർഡർ നടക്കുന്നത് രാത്രിയിലാണെങ്കിൽ ബോഡിക്ക് കാവൽ നിൽക്കേണ്ടത് പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് താൻ പുലർച്ചെ വരെ ഇവിടെ ഉണ്ടാവണം. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് ശവം. ഓൾ ദി ബെസ്റ്റ്. സാറേ, നാളെ രാവിലെ വരുമ്പോഴേ 2 ശവം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് കേട്ടോ. നല്ല സ്ഫടികം പോലത്തെ ശവം. എന്തോ ഒരു ആഹാരം കഴിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ കിടക്കണ കെടുപ്പ് കണ്ട, ശ്വാസം പോലും കഴിക്കാണ്ട്. കാമരാജ, അതിങ്ങെടുക്ക. സാറും തുടങ്ങിയ വീഡിയോ നോൺസെൻസ്. ആ എംപ്ലോയി ഇങ്ങെടുക്കണോ? എടോ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? കാറ് വാങ്ങിക്കാൻ. ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല.
മിടുക്കൻ, എനിക്ക് പറ്റിയ ആള് തന്നെ. പേരെന്താ പറഞ്ഞത്? താമരാക്ഷൻ. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടെ കൊണ്ടുപോകാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇത് ഈ കാറിൽ നിന്ന് തന്നെയാണ് വീണിരിക്കുന്നത്. സാർ, ഒരു പ്രൊമോഷൻ ഉറപ്പാ. ഇവൻ ഇപ്പൊ തന്നെ പൊക്കെടുത്ത് ലോകപ്പിൽ ഇട്ടാലോ? എടോ, ആരെങ്കിലും പൊക്കുന്നതിന് മുമ്പ് സ്വന്തം ആരോഗ്യസ്ഥിതിയോട് കണക്കിലെടുക്കാം. ആക്ച്വലി ഞാൻ ആ പൊക്കലിൽ ഉദ്ദേശിച്ചത്. ഏത് പൊക്കലിന്റെ കാര്യമായാലും തീരുമാനങ്ങളെല്ലാം ഞാൻ എടുത്തോളാം. എന്തെങ്കിലും മണ്ടത്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് ചോദിച്ചോളാം. അതല്ലേ നല്ലത്? അതെങ്ങനെ നല്ലതാവും? നല്ലതാവില്ലല്ലോ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മോഹൻദാസിനെ കൊണ്ട് ഇതൊന്നും കൊള്ളില്ലെന്ന്. എന്റെ പൊന്ന് സാറേ, അവനെ മാറ്റി കേസ് വേറെ വല്ല ആമ്പിള്ളേർക്കും കൊടുക്ക്. ഇവനെയൊക്കെ കാക്കി കൊടുപ്പിട്ട് തന്റെ ഓഫീസിന്റെ മുമ്പിൽ കണ്ണുപെടാതെ നിർത്താൻ കൊള്ളാം. മരിച്ചതെന്റെ ബിസിനസ് പാർട്ണറാ. എത്രയും വേഗം കുറ്റവാളികളെ തിരിച്ചറിയണം. അതെടോ, വാവച്ചൻ എന്റെ കാറിന് മുമ്പിലാണ് വന്ന് വീണത്. അയാളെ ആരോ വണ്ടിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു. എന്നാ പിന്നെ സാറിനാക്കാൻ എസ്പീഡ് പറഞ്ഞാ പോരായിരുന്നു. എന്നിട്ട് ഞാൻ പ്രതിയാണോ അല്ലേ? ഞാൻ അകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. വേണ്ട, താൻ പുറത്ത് നിന്ന് ആരും കാണാതെ 2 ബീഡി വലിച്ചു. താങ്ക് യു സർ. ഓക്കെ, കാര്യം വരണം. തന്റെ അന്വേഷണമൊക്കെ ഏതുവരെയായി? നടക്കുന്നു സാർ. ഞാൻ ഇപ്പൊ വന്നത് ആ മരണത്തെക്കുറിച്ച് സാറിൽ നിന്നും ചില വിവരങ്ങൾ അറിയാനാണ്. എന്താ അറിയേണ്ടത്? അല്ല, വാവച്ചന്റെ മരണം കൊലപാതകമാണെന്ന് സാർ എസ് പിയോട് പറഞ്ഞല്ലോ. അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം? എനിക്ക് സംശയമുണ്ട്. അതെ, അതിന്റെ കാരണമാണല്ലോ ഞാൻ ചോദിച്ചത്. ഓ, ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. പാതിരാ നേരത്ത് മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിലൂടെ വന്ന വാവച്ചനെ ഏതെങ്കിലും തമിഴൻ ലോറി ഡ്രൈവർ ഇടിച്ചിട്ടിട്ട് പോയതായിക്കൂടെ? ആ നിലയ്ക്ക് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ മാത്രം എന്തെങ്കിലും തെളിവുകളുണ്ടോ താങ്കൾക്ക്? തന്നെ കൊണ്ട് ജവിഞ്ഞു നിന്ന് ഇത്തരത്തിൽ വാചക കസർത്ത് നടത്താനേ കഴിയൂ. വാവച്ചനെ ആരോ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ്. അങ്ങനെ തറപ്പിച്ച് പറയല്ലേ സാർ. നല്ല ഒന്നാം തരം ഒരു മദ്യപാനിയായിരുന്നു വാവച്ചൻ. ആട്ടെ, ഈ വാവച്ചൻ വെറും ഒരു ബിസിനസ് പാർട്ണർ മാത്രമായിരുന്നോ അതോ? അതിൽ കഴിഞ്ഞ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയ്യോ, എനിക്ക് കിട്ടിയ വിവരങ്ങളും സാർ ഈ പറയുന്നതായിട്ട് ടാലി ആവുന്നില്ലല്ലോ. ഒരിടിക്കുളം സരസമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആയമ്മയ്ക്ക് ഇപ്പൊ ഒരു 40 വയസ്സ് കാണും. പക്ഷെ 25 വയസ്സിന്റെ ചുറുചുറുക്ക്. 10-11 വർഷങ്ങൾക്ക് മുമ്പ് ചില്ലറ ബിസിനസ്സുമായി നടന്നിരുന്ന നിങ്ങൾ ഇടയിലൊരു വിശ്രമത്താവളമായി കണ്ടിരുന്നത് ഈ സരസമ്മയുടെ വീടായിരുന്നു. അന്ന് ആലപ്പുഴ കടലോരത്ത് മീൻ വിറ്റ് നടന്നിരുന്ന വാവച്ചനെ നിങ്ങൾ ആദ്യമായി കാണുന്നതും ഇതേ സരസമ്മയുടെ വീട്ടിൽ വെച്ചാണ്. അന്നത്തെ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ രംഗത്തെ ഒരു മേജർ ക്ലിക്കായി മാറുമെന്ന് നിങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല. കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക തീരുമാനങ്ങൾക്കും ബീജാവാപം നടന്നിരിക്കുന്നത് ഈ സരസമ്മയുടെ വീട്ടിലാണ്. മരണം നടന്ന ദിവസം പോലും വാവച്ചൻ സരസമ്മയെ കണ്ടിട്ടാണ് മടങ്ങിയത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ സാറിന് ഇതിനകത്ത് ചാടി ഒന്ന് മുങ്ങിക്കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? ലേശം തണുപ്പ് കിട്ടും. നിർത്തോ. ഉത്തരവ്. കൊള്ളാം. ഒരു തുടർ നോവലിലെ പാത്ര സൃഷ്ടി പോലെ മനോഹരമായിട്ടുണ്ട് ഇയാളുടെ ഈ കെട്ടുകഥ. വാവച്ചന്റെ മരണം കണ്ടുപിടിക്കാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിനും തന്നെ കൊണ്ടും കഴിയില്ലെങ്കിൽ പറ, ഞാൻ കണ്ടുപിടിക്കാം, എന്റെ അണികളുടെ സഹായത്തോടെ. ഓ, സാറിന് നല്ലൊരു ഗുണ്ടാപ്പടയുണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിയോഗികളെ തല്ലിച്ചതയ്ക്കാൻ മാത്രം പോരെ അവരുടെ സേവനം. കേസിന്റെ അന്വേഷണമൊക്കെ അവരെ ഏൽപ്പിക്കണോ? ഇനി പറയട്ടെ, വാവച്ചനെ കൊന്നതാണ് അതിക്രൂരമായി ഒരു ആക്സിഡന്റിലൂടെ. ആ വണ്ടിയുടെ ഉടമസ്ഥനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പൊക്കിയിരിക്കും. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. മാരുതി ഓമന എന്താണ്? നല്ല വണ്ടിയാണ് സാർ. അവർ കൊടുക്കുമെങ്കിലും വാങ്ങിക്കായിരുന്നു. എനിക്ക് ഈ കാറ് മൊത്തമായിട്ട് താല്പര്യമില്ല. നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് കൊടുക്കൂ. അങ്ങനെ കൊടുക്കൂല സാർ, അവർക്ക് വെച്ചോണ്ട് നടക്കണ്ടേ. എന്തിനും കാശുള്ള ഈ വണ്ടി ഞാൻ വാങ്ങിച്ചേനെ. ഈ വണ്ടി കൊടുക്കൂല. ഓ ന്യൂസ്. താനാരാ? ഞാൻ നന്ദൻ. അല്ല, നമ്മളാരാ? നമ്മള് ഈ കോർപ്പറേഷനിൽ നിന്ന് കൊതുകിന് തൈലം തളിക്കാൻ വന്നവരാ. അതെ, കിട്ടി. യൂണിഫോമിൽ പോലീസിന് മനസ്സിലായിരുന്നു. സോറി സാർ. കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേ. ആൾ ഇടിയനാ. ഇടിയറ്റോ? ഇടിയൻ. അയ്യോ, നമ്മൾ ഇടിയനും പൊടിയനും ഒന്നും അല്ലേ. മാഡം ആവത്തുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. രാമരാക്ഷ, പേടിപ്പിക്കല്ലേ. മുഖം കണ്ടാലേ അറിഞ്ഞൂടെ ആള് പാവാ. ആരാ, എന്ത് വേണം? മിസ്സാണോ മിസ്സിസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പാർവതി ഒന്ന് കാണണം. മാഡം അല്പം തിരക്കില്ല. നിന്റെ മാഡം മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ട്, ഒന്ന് വിളിച്ചാ കൊള്ളായിരുന്നു. താമരാക്ഷ, പൊതുജനം പലവിധം.
ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ സി ഐ സാർ ഇങ്ങോട്ടൊക്കെ? വെറുതെ പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ബംഗ്ലാവ് എന്നെ വല്ലാതെ ആകർഷിച്ചു. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ബംഗ്ലാവ് ഒന്ന് വന്ന് കാണണമെന്ന്. പുറമേ നിന്ന് കാണുന്നത്ര ഭംഗി ചിലപ്പോ അകത്ത് സാറ് കണ്ടെന്ന് വരില്ല. അത് ശരിയാണ്. ഈ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ, പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം, അകത്ത് കയറിയാൽ വിശാലമായ. ആവശ്യത്തിന് ചിരിച്ചാൽ നിർത്താം. പാർവതി, തനി നാടൻ പേര്, വരുന്നത് ഡൽഹിയിൽ നിന്നും. രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് കേരളവുമായി ബന്ധമില്ലെന്ന് അങ്ങനെ തീർത്ത് പറയാൻ കഴിയുമോ സർ? അതും ശരിയാണ്. എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ഇങ്ങ് കേരളം തുടങ്ങി അങ്ങ് ബോംബെയും ഡൽഹിയും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ്. അപ്പൊ താമസിയാതെ ഇനി ഫോറിനിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാമല്ലോ അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? കൃത്യമായി പറയാൻ മാത്രം എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്. സത്യം പറയാലോ, ഞാൻ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കാനാ വന്നത്. മനസ്സിലായില്ല. ഇവിടെ അടുത്തൊരു മരണം നടന്നു, അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ കണ്ടു. അയ്യോ, ഇത്ര അടുത്ത് നടന്നിട്ടും പത്രത്തിലൂടെ അറിഞ്ഞുള്ളൂ? സംഭവത്തിനൊരു ദൃക്സാക്ഷി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നം. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം സർ? സംഭവം നടന്ന സ്ഥലവും ഇവിടവുമായിട്ട് 2 കിലോമീറ്റർ. ആ സ്ഥിതിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു എവിഡൻസ് ആയി. നിങ്ങൾക്ക് വേണ്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം. താങ്ക് യു. മാഡത്തിനെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്പർ? നന്ദൻ? യെസ് മാഡം. ഇനി ഉള്ള സത്യം പറയാലോ, അതൊരു ആത്മഹത്യയാണെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷെ ഈ പത്രക്കാരും സുപ്പീരിയേഴ്സും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ. വരട്ടെ മാഡം. താങ്ക് യു. താമരാക്ഷന് ഇവിടെ താമസിക്കാൻ ഉദ്ദേശമില്ലല്ലോ? ഇല്ല. വരൂ. അയാളുടെ ഒരു ചോദ്യവും രീതി നമ്മളിൽ എന്തെങ്കിലും സംശയം കൊണ്ടോ മാഡം? അയാൾ വെറും ഒരു തിരുമണ്ട. നോ വില്യംസ്, അയാളെ ആ രീതിയിൽ കാണരുത്. മണ്ടൻ വേഷം കെട്ടി നടക്കുന്ന കൂർമ്മശാലിയും ബുദ്ധിമാനുമായ ഒരു കുറുക്കനാണ് അയാൾ. എത്രയോ കേസുകൾ ഇയാൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അത്തരത്തിലൊരു പ്രശ്നക്കാരനാണെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. വേണ്ട. ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. അയാൾ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അയാളുടെ ജയം നമ്മുടെ വിജയങ്ങൾക്ക് ശേഷം മാത്രം. സിന്ധു. യെസ് മാഡം. നാളെ മുതൽ നിന്റെ ഒരു കണ്ണ് അയാൾക്ക് നേരെ ഉണ്ടാവണം. CA മോഹൻദാസ് നിന്റെ പരിധിയിലാകണം. എന്താ ഇത്? എന്ത് തോന്നിയാസം കാണിക്കാവുന്നോ? സോറി സർ, വണ്ടിയുടെ ബ്രേക്ക് പോയതാ. അത് മാത്രം പറയരുത്. രാവിലെ വണ്ടി എടുക്കുന്ന തൊട്ടും പോലെ എന്റെ ബ്രേക്ക് ചെക്ക് ചെയ്താ കണ്ട, ഒരു കുഴപ്പമില്ല. സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് അല്ല പോയത്, എന്റെ വണ്ടിയുടെയാ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നു. അത് ശരി, എൽബോർഡാണല്ലേ? പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഈ ബിസി റോഡിൽ കിടന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിനേക്കാളും വല്ല മൈതാനത്തും പോയി പഠിക്കുന്നതല്ലേ നല്ലത്? വളരെ ശരിയാണ് സർ. ഇപ്പൊ തന്നെ സാർ ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു. വെയിറ്റ്, ഞാൻ ക്ഷമിച്ചു എന്ന് തനിക്ക് എങ്ങനെ അറിയാം? സാറിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ. സാർ CA ആണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല, സാർ ജീപ്പിന്റെ മുന്നിൽ ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇൻസ്പെക്ടറായി വേഷമിട്ട് സിനിമാ നടി ജയനെയാണ് എനിക്ക് ഓർമ്മ വരിക. കളിയാക്കരുത്. മസിൽ അല്പം കൂടുതലുണ്ടെന്ന് കരുതി കളിയാക്കരുത്. അല്ലെങ്കിലും കുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തറിയാം? എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾക്ക് മാത്രം അറിയാം. അങ്ങനെയല്ല, എന്റെ തലയിൽ മാത്രം കെട്ടി വെക്കണ്ട. സാറിനും കുറച്ചൊക്കെ അറിയാം. താനെന്താ അവിടെ കയറി ഇരിക്കുന്നത്? അതെ, ഇരിക്കുമ്പോ നേരാവണ്ണം ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏതായാലും കൈ ഒന്നതാ. ഹെൽപ്പ് മീ. പിന്നെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ സേഫായി. സാറിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. വാ സാർ. തന്നെയും കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. കുട്ടി പൊക്കോളൂ. താങ്ക് യു സർ. ഇനി എപ്പോഴും നമ്മൾ കാണുക? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. അതെന്തിനാ വെറുതെ കാണുന്നത്? ഈ സാറിന്റെ ഒരു കാര്യം, എന്തെങ്കിലും കാര്യം ഉണ്ടാകും സാറേ. സാറിനറിയില്ലേ, പലപ്പോഴും ഇത്ര ആക്സിഡന്റ് നിന്നാണ് പ്രേമം പൊട്ടിവെക്കുന്നത്. അതൊക്കെ സിനിമയില്. അത് മാത്രമല്ല, ഇയാൾ ആള് പാവാ. ഇനി അഥവാ ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇയാൾ അതിന് കൂട്ടുവെക്കില്ല അല്ലേ? അപ്പോ കാണാം. വണ്ടി എടുക്ക. വരട്ടുമാ. ശരി സാർ. സോറി സർ.
പറവായില്ലേ പാപ്പ? അത് ഞാൻ അറിയാതെ. കുഴപ്പമില്ലെന്നേ. വരട്ടെ സാർ. ஹலோ நல்ல அழகான பாப்பா, பாக்குறதுக்கு கண்ணுக்கு குளிர்மையா இருக்குது. யாரு கண்ணா அந்த பாப்பா? என்ன உங்களுக்கு பிடிச்சிருக்கா? பிடிச்சிட்டேன்னா பலம். நான் ட்ரை பண்ணட்டுமா? ஐயோ, கிடைக்குமாடா கண்ணா? கிடைக்கும், கிடப்ப வைப்பேன். சொன்னா பண்ணி கொடுக்கணும், இல்லைன்னா ടെൻഷൻ ആയിടുവേ. பண்ணுவேன், பண்ண வைப்பேன். ശരിക്കും അയാൾ സിന്ധുവിന്റെ ബോഡി ടച്ചിങ്ങിൽ വീണിരിക്കുക. ഇന്ന് വൈകുന്നേരം വരെ അയാളുടെ മനസ്സിൽ സിന്ധുവായിട്ടുള്ള സംഗമത്തിന് സ്വപ്നങ്ങളായിരിക്കും. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ലാഭം എനിക്ക് തന്നെയാണ്, അല്ലേ അഴകപ്പൻ? അതെ. നാളത്തെ സൂര്യോദയം കാണാൻ തേവർക്ക് കഴിയില്ല. വിളിക്ക്, ഇന്ന് രാത്രി നമ്മൾ പറയുന്നിടത്ത്. ஹலோ, தேவர் சாரா? அந்த பொண்ணு ரெடியா இருக்கு. ஆமா சார், ഇന്ന് രാത്രി ഷാർപ്പ് 7 o'clock ആലത്തൂർ ബ്രിഡ്ജിക്ക് വന്നാ പോതും. ഞാനും പറഞ്ഞ അന്ത പാപ്പ ഇവിടെ. ഓക്കെ. ഒരു രണ്ടാം അംഗത്തിന് തയ്യാറെടുത്തോളൂ. പൊള്ളാച്ചി തേവ. ആലത്തൂർ പാലം. ഷാർപ്പ് 7 o'clock. കൃത്യസമയത്ത് തന്നെ എത്തിയല്ല. അഴകാന പാപ്പ വന്നോ? കിടന്ന് പിടയ്ക്കാതെ അഴകാന പാപ്പനെ മുഴുവനോടെ കാണിച്ചു തരാം. സിന്ധു, മാമാ, ഞാൻ സമ്മതിച്ചു മാമാ. അയ്യോ, ശീഘ്രം മാമാ, നമുക്ക് ഹോട്ടലിലേക്ക് പോരാൻ പാപ്പ. ഹോട്ടലും ഫ്ലാറ്റും ഈ കുട്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ. അയ്യോ, ഇങ്ങ എപ്പടി? இந்த வண்டியை பாத்தியா? ஆமா. இதுக்கு உள்ளப்போ அப்புறம் ஜோலியா புகழ்ந்து விளையாடு. ஐயோ, இதுதான் லேட்டஸ்ட் ஃபேஷன். மாமா சொன்னா நீதான் இன்டர்நேஷனல் மாமாடா. வாமா, போகலாம். டைம் வேஸ்ட் பண்ண வேண்டாம். செல்லு செல்லு பாப்பா. പാർവതി, അപ്പോൾ എന്റെ പേര് മറന്നിട്ടില്ല താൻ. നീ എന്ത് കരുതി ഇവളെ കുറിച്ച്? നിനക്കായി കിടക്ക വിരിക്കുന്ന അഭിസാരികയാണെന്നോ? നിനക്കോർമ്മയുണ്ടോ, ശരീരത്തിലെ അവസാന രക്തം വാർന്നൊഴുകുമ്പോഴും ജീവിക്കാൻ വേണ്ടി യാചിച്ച് നിന്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ച ഒരു CI വിഷ്ണുവിനെ സ്വന്തം മാനം നശിപ്പിക്കരുതേ എന്ന് നെഞ്ചിലടിച്ച് കരുണയ്ക്കായി കെഞ്ചിയ 2 പെൺകുട്ടികളെ. உன் திமிர் இன்னும் அடங்கலையா? உன் ஹஸ்பண்ட் நான் இந்த கையால தான் முதல் குத்து குத்தியது. அவனோட நெஞ்சு பிளர்ந்த அதே கையால. ഇവന്റെ ദുഷിച്ച രക്തം ഇവിടെ വീണാൽ ഈ മണ്ണിന്റെ വിശുദ്ധി കൂടി നഷ്ടപ്പെടും. ഇവനായി കാത്തു നിൽക്കുന്ന ഇവന്റെ ആത്മമിത്രം വാവച്ചന്റെ അടുത്തേക്ക് അയക്കും ഞാൻ ഇവനെ. പൊളിച്ചടുക്കും മേഡം അവനെ.
പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഉനക്ക് എന്നെ വേണമോ തരല. കഴിയില്ല ചേവരെ, ഞാൻ ചോദിക്കുന്നതൊന്നും തരാൻ നിനക്ക് കഴിയില്ല. സ്വന്തം പതിയെ കള്ളനാക്കി കഴിവിലേറ്റിയ പാണ്ഡ്യ മന്നന്റെ കഥ നിനക്കറിയില്ലേ? ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയാക്കിയ ആ രാജന്റെ ചെങ്കോലൊടിച്ച് പാണ്ഡ്യദേശത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് വെന്ത് വെണ്ണീറാക്കിച്ച കണ്ണകിയുടെ കഥ. അതുപോലെ നീയും നിന്റെ ആൾക്കാരും അനാഥയാക്കിയ എന്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മരണം മുഖാമുഖം കാണുമ്പോൾ ജീവിക്കാൻ ആശ തോന്നുന്നല്ലേ? മേലിൽ നിന്റെ നിഴൽ പോലും ഒരു പെണ്ണിനെയും തീണ്ടരുത്. ഗുഡ് മോർണിംഗ് സർ. രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സിഐക്ക് ഇപ്പൊ കൂനിന്മേൽ കുരുവെന്ന പോലെയായി. ഒന്നിനുമേൽ ഒന്നായി കേസുകൾ വന്ന് കുമിഞ്ഞു കൂടുകയല്ലേ. ഒരെണ്ണം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ 3 കഴിഞ്ഞു. ഈ ബന്ധം ഹർത്താലും ഒക്കെ നിരോധിക്കുന്ന പോലെ കൊലപാതകങ്ങളെ നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാവണം സർ. നോൺസെൻസ്. എടോ, തന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലെങ്കിൽ ഈ കാക്കിയും തോക്കൊക്കെ ഊരി വെച്ച് വേറെ വല്ല പണിയും നോക്കടോ. സോറി സർ, ജോലിക്ക് ഞാൻ ഫിറ്റാണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. രാഷ്ട്രീയക്കാരുടെ പാരലൽ ഫോഴ്സിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഞങ്ങൾ നേതാക്കന്മാർ വിചാരിക്കുന്നത് പോലെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കഴിവുകേട് സംബന്ധിച്ച് പിന്മാറിക്കോ. ഡൽഹിയിൽ നിന്നും ബുദ്ധിയും ശക്തിയും ചങ്കുറപ്പുമുള്ളവരെ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ പാവകളെ ഇറക്കുമതി ചെയ്ത് ലോക്കൽ പോലീസിന്റെ മൊറൽ തകർക്കുന്ന ഏർപ്പാടൊന്നും ഇനി ഇവിടെ നടക്കില്ല സർ. Then get prepared to accept your suspension order within 48 hours. Make it 24 hours sir. You can suspend me, dismiss me or transfer me. I don't mind. പക്ഷേ ആ ഓർഡർ കൈപ്പറ്റുന്നതിന് മുമ്പ് എന്റേതായിട്ടുള്ള ചില ഫൈൻഡിങ്സ് സ്റ്റേറ്റിലെയും സെന്ററിലെയും ഹോം മിനിസ്റ്റർക്ക് ഞാൻ കൈമാറും. I don't care. You have to. ബിസിനസ് സാമ്രാജ്യം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് കൂടെയുള്ള 2 ബിസിനസ് പാർട്ട്നേഴ്സിനെ നിങ്ങൾ കൊല്ലിച്ചേർന്ന ഒരു കൺക്ലൂഷനിലെത്തി. അത് പത്രക്കാർക്ക് ഞാൻ ലീക്ക് ചെയ്താൽ സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ, മന്ത്രിസ്ഥാനമൊക്കെ എന്ന് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. MLA പോയിട്ട് ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് പോലും ആകാൻ കഴിയാതെ മാസ് ലീഡർ വിശ്വനാഥൻ. Shut up, you fool. Better you keep your mouth shut. That will be better for me, for you and for my investigation. Goodbye. സാറേ, എന്തിനാ ഈ മാലയും പോക്കെ കൊണ്ടുപോകുന്നത്? അകത്താരെങ്കിലും മരിച്ചു കാണും. ഓ, ഞാൻ ഊഹിച്ചു. കഷ്ടം. അപ്പൊ പിന്നെ ഈ റീത്തിന്റെ ഉപയോഗം എന്താ? അത് കല്യാണത്തിനോടല്ലേ? CI മോഹൻദാസ് ഉണ്ടോ ഇവിടെ? അവന്റെ അമ്മയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ദേവരുടെയും ബാവച്ചന്റെയും ഭരണത്തിൽ അവന് എന്നെ സംശയമുണ്ടെന്ന്. ആ വിശ്വട്ട ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സ്ത്രീവാദ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കനകദാസ് രാജിവെച്ചു. പാർട്ടി ഇപ്പൊ ആ സ്ഥാനത്തേക്ക് വിശ്വട്ടനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെസ്സേജ് ഇപ്പൊ എത്തും. അറിഞ്ഞ പാടെ ഞങ്ങൾ ഫോണിലും മൊബൈലും ട്രൈ ചെയ്തു, പക്ഷെ രണ്ടും കിട്ടുന്നില്ല. കനകദാസിന്റെ രാജി അവന്റെ ആൾക്കാരുടെ അനാവശ്യ ഫോൺ കോൾ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം മൊബൈൽ ഓഫ് ചെയ്തു. അത് നന്നായി. ഭരിക്കാൻ പോകുന്ന മന്ത്രിക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. സത്യപ്രജ്ഞ ഉടനെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് കനകദാസ്? രാജഭാരം കൈവിട്ടു പോയ ശേഷം കേവലം ഒരു പ്രജയുടെ സ്ഥാനം പോലും ഇല്ലാതായി
പാർട്ടിയിൽ നിനക്ക് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഉയർത്തി അങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കിവൻ ഞാൻ. അതേ കസേരയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി നിനക്കായി പട്ടണ തീർത്തതും ഈ വിശ്വനാഥൻ. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. പുതുവർഷ പിറവിയിൽ മന്ത്രിപദം അലങ്കരിക്കാൻ പോകുന്ന താങ്കൾക്ക്. എന്നാൽ മിസ്റ്റർ വിശ്വം, സത്യപ്രതിജ്ഞാ കർമ്മം കഴിഞ്ഞ് അങ്ങ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് നീണാൾ വാഴാമെന്നുള്ള മോഹമാണെങ്കിൽ അത് വേണ്ട. മാറി നിൽക്കണി മുമ്പീന്ന്. എനിക്കറിയാം ഇവിടെ നടന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ ജീർണിച്ച് മണ്ണോട് മണ്ണടിഞ്ഞ നിന്റെ പഴയ പ്രതികാരത്തിന്റെ തിളപ്പാണെന്ന്. തീർക്കും ഞാൻ. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യമ തുക നിന്റെ അടുത്തോ നിനക്കായി തീർത്ത വിലങ്ങുമായി ഈ കൈകളിൽ അണിയാൻ കഴിയില്ല മിസ്റ്റർ വിശ്വനാഥൻ. അതിനു മുൻപ് അയക്കും ഞാൻ നിന്നെ, വാവച്ചനെയും തേവരെയും അയച്ച അതേ ഇടത്തേക്ക്. 5 വർഷത്തെ ബോംബെ ഡൽഹി ജീവിതത്തിൽ ഞാൻ കയറിയിറങ്ങിയ വഴികൾ, യാതനകൾ, ഇവയെല്ലാം സഹിച്ച് കാശ് നേടുമ്പോഴും ഈശ്വരനോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, നീ അടക്കമുള്ള രാജ്യദ്രോഹികളെ ഞാൻ എത്തും വരെ ജീവനോടെ വച്ചേക്കണമേ എന്ന്. മരണത്തിന്റെ കവാടം നിനക്കായി തുറക്കപ്പെട്ടു കഴിഞ്ഞു. 5 വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം ഈ പാർവതിക്ക് വരുന്ന ഭട്ടാഭിഷേകമാണത്. സത്യപ്രതിജ്ഞാ കർമ്മത്തിനു വേണ്ടി നിനക്കായി നേരുന്ന ആദ്യത്തെ എന്റെ മരണാശംസകൾ. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്. എന്റെ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ പകുതി ഭാഗം അഗ്രഹാരങ്ങളിലെ അശരണരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും, കാൽഭാഗം എന്നോട് കൂറുകാട്ടി നിന്ന് നന്ദൻ, വില്യം, സിന്ധു എന്നിവർക്കും, ബാക്കിയുള്ളവ ആരാധനാലയങ്ങൾക്കും എന്റെ മരണശേഷം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. മറ്റു വസ്തുവകകൾ അനാഥ മന്ദിരത്തിനായി ഞാൻ സംഭാവന ചെയ്യുന്നു. മാഡം, സ്വത്തുക്കൾ മോഹിച്ചോ പണം സമ്പാദിക്കാമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഒപ്പം കൂടിയത്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച യാതനകൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സഹായം, കൂടെ നിൽക്കാൻ എന്തിനും തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. വില്യംസ്, മരണത്തിന്റെ കാലൊച്ച ഞാൻ കേട്ടുകഴിഞ്ഞു. വിശ്വനാഥൻ, ഈ ജീവിതത്തിൽ അവന് മാത്രം ബാക്കി വെച്ചിട്ട് എനിക്ക് എന്റെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ആ ആത്മാവ് എന്നോട് പൊറുക്കില്ല. വിശ്വനാഥൻ, your warrant is ready. The death warrant. എന്താ സാർ ഈ വഴിക്ക്? പുതിയ കൊലപാതകം വല്ലതും നടന്നോ? ഇനി ഒരു കൊലപാതകം കൂടി നടക്കാതിരിക്കാൻ മിസ്സിസ് പാർവതി വിഷ്ണുവിനെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെന്നല്ല ആർക്കും എന്നെ മനസ്സിലാവില്ല. ഡിപ്പാർട്ട്മെന്റുകാർക്ക് പോലും ഞാനൊരു തിരുമണ്ടനാണ്. വാവച്ചന്റെ നാടകീയമായ ആക്സിഡന്റ് ഡെത്ത്, കായൽ തീരത്തടിഞ്ഞ പൊള്ളാച്ചി തേവരുടെ ഡെഡ് ബോഡി, വഴിയിൽ കുത്തേറ്റ് മരിച്ച വിമൽ രാജിന്റെ സൂയിസൈഡൽ ഹോമിസൈഡ്, എല്ലാത്തിന്റെയും പിന്നിൽ ഒരാളാണെന്ന നിഗമനത്തിലെത്താൻ ഞങ്ങൾക്കല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. പഴയ അഗ്രഹാരത്തിലെ തമ്പുരാട്ടിക്കുട്ടിയുടെ പുതിയ അവതാരമായി മാറിയ പാർവതി ശർമ്മയ്ക്ക് ഇനി ഞങ്ങളോടൊപ്പം വരാം. യു ആർ അണ്ടർ അറസ്റ്റ്. ഇല്ല, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തത് ഞാനാണ്. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം തെളിവുകൾ നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാം ഞാൻ പറയാം സാർ. ഹോട്ടലിലേക്ക് സേട്ടന് വിട്ടതും അഴകപ്പം വഴി ഇവിടേക്ക് എത്താൻ ഒരു റൂട്ട് ഒപ്പിച്ചതും പാർവതി മാഡത്തിന്റെ പ്ലാനിംഗ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാഡത്തിന്റെ കുടുംബത്തോട് കാട്ടിയ അതിക്രൂരമായ ചതികളുടെ കണക്ക് തീർക്കാൻ എത്തിയതായിരുന്നു ഞങ്ങൾ.
നെക്സ്റ്റ്. നന്ദകുമാർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാ. സത്യങ്ങൾ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. സംഭവങ്ങളുടെ സത്യസ്ഥിതി അറിഞ്ഞപ്പോ ഈ മരിച്ചവരൊക്കെ തന്നെ ശിക്ഷ അർഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ സോറി മാഡം, നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് പാർവതി ശർമ്മയല്ല, കോടതിയാണ്. കോടതി? വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പറയുന്ന സത്യസന്ധതകൾ അപ്പാടെ നടപ്പിലാക്കിയിരുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, CI വിഷ്ണുദത്തൻ. എന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ വിഷ്ണുവേട്ടൻ നിർധനയായ ഒരു ബ്രാഹ്മണ പെണ്ണിനെ അവളുടെ അച്ഛനെയും അസമയത്ത് കുറെ ദുഷ്ടന്മാരിൽ നിന്ന് മോചിപ്പിച്ച് അഭയം കൊടുത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? അതോ ഈ രാജ്യത്തെ ശിഥിലമാക്കുന്ന രീതിയിൽ കള്ളപ്പണവും കരിഞ്ചന്തയും നടത്തിയവരുടെ കൈകളിൽ കയ്യാമം വെച്ചതോ? ഒരു പുലർച്ചെ കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ വിഷമയമാക്കി കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ മരണത്തിന് ഉത്തരവാദിയായ രാജ്യദ്രോഹികളെ ജയിലിലടച്ചതാണോ? പറയണം, പറയണം സർ, ഇതിലേതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്? നീതിക്ക് വേണ്ടി തുലാസിന്റെ വലം തട്ടിൽ തൂക്കിയ മാടപ്രാവിന് പകരം ശിബു ചക്രവർത്തിയുടെ മാംസം ചോദിച്ചു വാങ്ങിയ കഴുകന്റെ കണ്ണുകളാവരുത് ഇവിടുത്തെ നീതിപീഠങ്ങൾ. എന്റെ കണക്കുകൂട്ടലുകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ തോൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത്. പക്ഷേ ഞാൻ കരുതിയതിനു മുൻപ് നിങ്ങൾ വിജയം നേടി. കൃത്യനിർവഹണത്തിൽ പിഴവേൽക്കാതെ ഈ കൈകളിൽ ഇനി സാറിന് വിലങ്ങിടാം. മിസ്സിസ് ഗായത്രിയോട് എനിക്ക് സഹതാപമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കോടതി അന്ന് അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിയമം കയ്യിലെടുക്കേണ്ടി വരില്ലായിരുന്നു. ഏതായാലും ചെയ്ത കുറ്റങ്ങൾ സ്വയം ഏറ്റുപറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്കൊരു വിലങ്ങിന്റെ ആവശ്യമില്ല. യു ക്യാൻ കം വിത്ത് മീ. സത്യപ്രതിജ്ഞാകർമ്മം കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ വരവ് ഇവിടെയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു അഭിസാരികയായ കൊലപാതകിയെ അറസ്റ്റ് ചെയ്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ മുന്നിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ ഇടുക്കത്തിൽ ഞാൻ ഇവിടെ എത്തുകയായിരുന്നു. ഇന്ന് പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോ അവർക്ക് വേണ്ടി ഈ നാടിനെ നടുക്കിയ 3 കൊലപാതകങ്ങളുടെ പ്രതിയെ കയ്യാമം വെച്ച് ജയിലിലടച്ച വാർത്തയാണ് എനിക്ക് നൽകാനുള്ളത്. ഈ വിശ്വനാഥൻ മന്ത്രിപദവിയിൽ അമർന്ന് കിരീടധാരണം നടന്ന ശേഷം ആ അധികാര കിരീടത്തിൽ തിരുവാനുള്ള ആദ്യത്തെ പൊൻതൂവൽ വരും ഞാൻ നിന്റെ ക്ഷേമാന്വേഷണവുമായി അങ്ങ് ജയിലിൽ വിടില്ല. കോടതി നൽകുന്ന ശിക്ഷയാവില്ല ജയിലിൽ നിനക്കായി കാത്തിരിക്കുന്നത്. അധികാര കസേരയിൽ അമർന്ന് ജനലക്ഷങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ നീ തെരുവിൽ ഇറങ്ങുമ്പോൾ നിനക്കായി വിധിച്ച മരണത്തിന്റെ വിധിയുമായി ഞാൻ അവിടെ എത്തിയനെ. ആയിരങ്ങളുടെ ആരാധനാ പുരുഷനായി നീ നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ ഞാനും ഉണ്ടായനെ. പിഴച്ചു അല്പം. പക്ഷേ വിശ്വനാഥൻ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ വരും നിനക്കായി. നിന്റെ അന്ധകങ്ങൾ മാത്രം. അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകുന്ന നേരത്തും നിന്ന് കസർക്കുന്നോ? ഇവിടെ ഇവരുടെ മുന്നിൽ വെച്ച് അരിഞ്ഞ് തകർക്കും ഞാൻ. പ്ലീസ്, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുന്നത് ദാറ്റ് ഇസ് നോട്ട് പ്രോപ്പർ സർ. പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ. അറിയാടോ, എനിക്കറിയാം. തനിക്കുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ ഒരു സൂത്രധാരന്റെ വേഷം. രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതും താൻ നോക്കിയേനെ. ഞാനൊന്ന് നിവർന്നിരുന്നോട്ടെ, എന്റെ മുന്നിൽ എത്തിക്കും ഞാൻ നിന്നെ. ആ കസേരയിൽ നിവർന്നിരിക്കാനുള്ള ഭാഗ്യം സാറിന് ഉണ്ടായിട്ട് വേണ്ടേ? നിരത്തിലോടുന്ന വണ്ടികളുടെ കണക്ക് പറഞ്ഞ് കപ്പം വാങ്ങിയതിനായിരുന്നു അന്ന് ഈ കസേരയിൽ ഇരുന്ന മന്ത്രിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അതിനുശേഷം വന്ന ഭരണാധികാരിക്ക് വൃത്തികെട്ട ആരോപണങ്ങളുടെ പേരിൽ മന്ത്രി കുപ്പായം ഊരി പുറത്തു പോകേണ്ടി വന്നു. അടുത്ത ഊഴം സാറിന്റേതാണ്. കഴിയില്ല സാർ. ഒന്ന് നിവർന്നിരുന്ന് കഴിയുമ്പോഴേക്കും പിടിച്ചിറക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായി അടുത്ത ഗ്രൂപ്പ് സാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. വാളെടുത്തവൻ വാളാൻ. ഈ ധാർഷ്ട്യം എന്നോട് വേണ്ട സാർ. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ്, അല്ലാതെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ജനങ്ങളുടെ മേൽ നിങ്ങൾക്കുള്ള ആധിപത്യമല്ല. അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന് വേദങ്ങളും ഉപനിഷത്തുകളും മാത്രം മനസ്സിൽ പേറി ഈശ്വര ചിന്തയുമായി നടന്നിരുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിക്ക് കൈത്തോക്കും കഠാരയും എടുക്കേണ്ടി വന്നത് സമൂഹത്തിൽ മാന്യത ചമഞ്ഞ് നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. ചോരക്കറയുടെ ബാക്ക്ഗ്രൗണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷനായി മാറുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും സർ. ഇല്ലെങ്കിൽ ജനങ്ങൾ അവസാനിപ്പിക്കും. ടൈഗർ 1, അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഓവർ.
പറഞ്ഞോളാം. ശരി.
ഇതൊരു വിജയമായി ആഘോഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. സത്യവും നന്മയും കൂടി ജയിച്ചാൽ മാത്രമേ ഇവിടെ നിയമങ്ങൾക്ക് അർത്ഥമുണ്ടാവൂ.